വലിയ ഭാഗ്യപദവിക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകലും രാത്രിയും ഇപ്രകാരം ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച് സമയത്തെ അവസരത്തെ വേർതിരിച്ച് ബഹുമാന്യ ദൈവദാസൻ, കുടുംബം, ദൈവസഭ എല്ലാവരോടുമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയും വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവസഭയാം കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ കഴിഞ്ഞ പകൽ നാം ധ്യാനിച്ച ദൈവത്തിൻ്റെ ഭാഗത്തിൻ്റെ അടുത്ത പകുതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. 73-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കുമല്ലോ. 73-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിത രാത്രിക്കായിട്ട് സ്തോത്രം. നിങ്ങൾ എന്നോട് അടുത്തു വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്തു വരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വലിയ സ്തോത്രം വായുമൊഴിയെ ഞങ്ങൾ കർത്താവെ ഏറ്റെടുത്ത് അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കുന്നു. അവൻ അവർക്ക് കേൾപ്പാൻ കഴിവുള്ളതുപോലെ അവരോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന നിലയിൽ ഞങ്ങളോട് വളരെ ലളിതമായി കർത്താവിൻ്റെ ആത്മാവ് ഇടപെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. വചനം കേട്ടു മറക്കുന്നവരായല്ല, അതിൽ കർത്താവെ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ കർത്താവിൻ്റെ കൃപയും ബലവും ധാരാളം ഞങ്ങളുടെ മേൽ പകരണം. പൊന്നുനാമം ഒരിക്കൽ കൂടെ മഹിമപ്പെടണം. യേശു മൂലം ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമുക്കേറെ സുപരിചിതമായ ദൈവത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ പകൽ ധ്യാനിച്ചു തുടങ്ങിയ വേദഭാഗം. സ്തോത്രം. ഇങ്ങനെ നാം ധ്യാനിച്ചു തുടങ്ങിയത് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. സ്തോത്രം. എന്നാൽ ദൈവത്തെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ എൻ്റെ കാലുകൾ, ഈ സങ്കീർത്തന രചയിതാവിൻ്റെ ഇന്നലകളിലെ ദൈവവുമായിട്ടുള്ള യാത്രയിൽ വന്ന വിള്ളലുകളാണ് ദൈവ ജനത്തിന്റെ ആത്മീക വർധനവിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട് നൽകിയിരിക്കുന്നത്. സ്തോത്രം. എൻ്റെ കാലുകൾ ഏകദേശം ഒന്ന് ഇടറി, ഏറെക്കുറെ. അപ്പൊ ഇപ്പൊ അനുഗമിക്കുന്നുണ്ടെങ്കിലും അനുഗമനത്തിൽ എന്തുണ്ട്? അകലമുണ്ട്. കാരണം ദൈവമില്ലാതെ ജീവിക്കുന്നവരുടെ പുരോഗതികൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവമനുഷ്യന്റെ മനോനിലയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്, നീതിമാൻ പ്രയാസം അനുഭവിക്കുന്നു, ദുഷ്ടൻ അഭിവൃദ്ധിപ്പെടുന്നു. അതിന്റെ റീസണെ കുറിച്ച് പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. സ്തോത്രം. വേദപുസ്തകം പഠിച്ചാൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ, അങ്ങനെ നിരവധി പ്രവാചക പുസ്തകങ്ങളിലൊക്കെ ഈ ദൂതിനെ വളരെ ആഴമായിട്ട് എടുത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ നമുക്ക് ഇതിന്റെ അവസാനമാണ് ഇതിനെ ഏറ്റവും ഗൗരവമായുള്ള ദൈവത്തിന്റെ ഇടപെടൽ എപ്രകാരമാണെന്നുള്ളതിനെ കുറിച്ച് ഗ്രഹിക്കാൻ പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ പകൽ പ്രാർത്ഥനയോടെ നമ്മൾ പങ്കുവെച്ചു, ഇടർച്ചയില്ലാത്ത ക്രിസ്ത്യ ജീവിതത്തിന് നമുക്ക് അനിവാര്യമായിരിക്കുന്ന 2 കാര്യങ്ങളാണ് കഴിഞ്ഞ പകൽ ധ്യാനിച്ചത്. ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന യാതൊന്നും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ബാധിക്കാത്ത നിലയിൽ അവയ്ക്കും നമുക്കുമിടയിൽ എന്ത് കിട്ടണം? ഒരു മതിലുണ്ടാകണം. സ്തോത്രം. അത് ദൈവം തന്ന എന്തുമാകട്ടെ, അതിനിടയിൽ നമ്മൾ എന്ത് പണിയണം? അത് വർദ്ധിച്ചാലോ അത് കുറഞ്ഞാലോ ദൈവത്തെ വിട്ട് അകലാത്ത നിലയിൽ ദൈവവുമായിട്ട് നമുക്കൊരു ആഴമായ ബന്ധം ഉണ്ടാകണം. സ്തോത്രം. 2, നാം ധ്യാനിച്ച് തുടങ്ങിയ വേദഭാഗം. സ്തോത്രം. നമുക്ക് വേണ്ടത് ഇടർച്ചയില്ലാത്ത ക്രിസ്ത്യ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ഉയരത്തിലെ ജ്ഞാനം വേണം. അതിനെ ആധാരമാക്കിയാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ധ്യാനിച്ചത്. പെട്ടെന്നൊന്നെടുത്ത് വായിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ട്? പരീക്ഷ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും അതിന്റെ ശരിയായ പദപ്രയോഗം മൂലഭാഷയെ കൊടുത്തിരിക്കുന്ന പരിശോധന എന്നാണ്, അല്ലെ? സ്തോത്രം. പരിശോധന എന്നാണ്. നിങ്ങൾ വിവിധ പരിശോധനകളിൽ അകപ്പെടുമ്പോൾ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം. അപ്പൊ ഈ പരിശോധനകൾ ദൈവം അനുവദിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതുകൊണ്ടാണ് പിതാക്കന്മാര് പാടിയത്, പരിശോധനകളെ തരണം ചെയ്ത്
അക്കരെ. പരിശോധനകൾ വരികിൽ മനം പതറാതെ. ഇവരൊക്കെ ശരിക്കും ദൈവവചനത്തിൽ റൂട്ടഡ് ആയിട്ടാണ് ദൈവത്തെ സ്തുതിച്ചത്. അതുകൊണ്ടാണ് പല ഗാനങ്ങൾക്കും വചനാധിഷ്ഠിതമായ ഒരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ട് പോകുന്ന ഇററുള്ള ഗാനങ്ങളും ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് ശോധന ചെയ്യണം, സകലവും ശോധന ചെയ്ത് നല്ലത് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, വിമർശനത്തെക്കാൾ ഉപരി വിവേചനമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം. ഏറെ നമുക്ക് വിവേചിക്കാൻ ദൈവം തന്നിരിക്കുന്ന രണ്ട് ടൂളുകൾ, ഒന്ന് പരിശുദ്ധാത്മാവും മറ്റൊന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുമാണ്. സ്തോത്രം. ദൈവത്തിന്റെ തിരുവെഴുത്ത് ശരിയായി ഭാഗിക്കണമെങ്കിൽ നമ്മുടെ ജ്ഞാനം പോരാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ നമുക്ക്. സ്തോത്രം. അപ്പോ ഈ പെർസിക്വേഷൻ നിമിത്തം, പീഡനം നിമിത്തം ചിതറിപ്പോയ വിശുദ്ധന്മാർക്ക് എഴുതുക. ഏതാണ്ട് പത്രോസിന്റെ ലേഖനത്തിന്റെ അതേ ഒരു കോൺട്രാസ്റ്റ് തന്നെയാണ് യാക്കോബിന്റെ ലേഖനത്തിനൊന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്തോത്രം. അപ്പൊ ചിതറിപ്പോയ വിശുദ്ധന്മാർക്ക് എഴുതുകയാണ്, എന്റെ സഹോദരന്മാരെ. കേട്ടോ, ആ പദപ്രയോഗം കേട്ടോ. നിങ്ങൾ എനിക്ക് ആരാ? ഈ ദൈവസഭയെ വർക്ക് ചെയ്യേണ്ട ആദ്യത്തെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് സാഹോദര്യമാണ്. ബ്രദർഹുഡ് വർക്കാകേണ്ട ഇടമായത് എപ്പോഴാ നമ്മൾ സഹോദരങ്ങളാകുന്നത്? നമ്മുടെ രണ്ടുപേരുടെയും പിതാവ് ഒരാളാകുമ്പോഴാണ് നമ്മൾ സഹോദരങ്ങളാകുന്നത്. ഈ ദൈവസഭയിൽ, ഞാൻ പറഞ്ഞതൊരു ഹോളിനെ കുറിച്ചല്ല, ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാകുന്ന ദൈവസഭയിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ലോകത്തിൽ നിങ്ങൾ ആരാണെന്ന അഡ്രസ്സിലല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരുടെയും വില എടുത്തു വച്ചാൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ നിങ്ങളുടെ കുലീനതയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ, നിങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടിലൊക്കെ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരൻ നിങ്ങളുടെ വളരെ താഴെയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വളരെ. പക്ഷേ ദൈവസഭയിൽ നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് ലോകപ്രകാരം നിങ്ങൾ ആരാണെന്ന അടിസ്ഥാനത്തിലല്ല, ക്രിസ്തുവിൽ നീ എനിക്കാരാ. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിൽ വന്നാൽ പിന്നെ അവിടെ ലോകം വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളല്ല നമുക്ക് വേണ്ടത്. നമ്മൾ തിരുവേശമൊക്കെ എടുക്കുമ്പോൾ പറയത്തില്ലേ, മുമ്പേ പലരായിരുന്ന നാം ക്രിസ്തുവിൽ ഇപ്പൊ എന്തായി. കർത്തൃമേശ എടുക്കുമ്പോ കൊരിന്ത്യർ ലേഖനം പൗലോസ് ലീഗ 11-ാം അധ്യായത്തിൽ പറഞ്ഞു. സ്തോത്രം. 3 കാര്യങ്ങളാണ് പ്രധാനം. എന്റെ വിഷയമല്ല, എങ്കിലും ഈ ദൂതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. സ്തോത്രം. 1, തന്നെത്താൻ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് പറഞ്ഞേ. തന്നെത്താൻ എന്ത് ചെയ്യണം? സ്വയശോധന. 2, അയോഗ്യമായി അപ്പം വീട്ടിൽ ചപ്പാത്തി കഴിക്കുന്ന പോലെ കഴിക്കില്ല, അതാ ഉദ്ദേശിച്ചത്. 3, ശരീരത്തെ എന്ത് ചെയ്യണം? മനസ്സിലായോ? ഈ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരത്തിന്റെ വിവേചന ഘടകം എങ്ങനെയാണെന്ന് 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്ക് എങ്ങനെയാണ് പരസ്പരം സഹകരണവും ഉദവിയും ലഭിക്കുന്നത്. ഇതാണ് ദൈവസഭയിൽ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ കളക്ടറാണേലും കൂലിപ്പണിക്കാരനാണേലും സഭയിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. സ്തോത്രം. സ്തോത്രം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ അൺസ്കൂൾഡ് ആയിരിക്കും, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരിക്കും. നിങ്ങൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. നോട്ട് എ മാറ്റർ. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ ആരാ. അങ്ങനെ വിവേചിക്കാൻ വളരാത്ത ഒരാൾ കർത്തൃമേശയിൽ കൈ നീട്ടാൻ എലിജിബിൾ അല്ലെന്ന പുസ്തകം പഠിപ്പിക്കുന്നു. അല്ലാതെ ഇതിലേക്ക് പങ്കുകൊണ്ടാൽ നിങ്ങൾ എന്ത് കഴിക്കുന്നു? ശിക്ഷാവിധി തിന്നുകയും. അപ്പൊ ഈ അടുത്തിരിക്കുന്നത് എന്നെ വിലയ്ക്ക് വാങ്ങിയ അതേ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഹോദരനാ. ഈ സഹോദരൻ പോകുന്ന അതേ സ്വർഗത്തിലോട്ട് ആരും പോകാൻ പോകുന്നേ? ഈ എല്ലാം മതിൽക്കെട്ടും ദൈവസഭയിൽ പൊളിയ. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് വേണം സഭയ്ക്കകത്തെ വിവേചനം നടക്കാൻ. ഈ ഹോളിനകത്ത് വരുമ്പോൾ അല്ല കാര്യം പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട ഓരോ ആൾക്കാരും പരസ്പരം അഡ്രസ് ചെയ്യേണ്ടത് ജഡപ്രകാരമല്ല, ക്രിസ്തുവിൽ. ഇതാ സഹോദരന്മാർ, സാഹോദര്യമാണ് ദൈവസഭയെ വർക്ക് ചെയ്യേണ്ടത്. എന്റെ വിഷയം അതല്ല. അപ്പോ യാക്കോബ്
അവരെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കിയ പുസ്തകം പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാം, മൂപ്പനായ യോഹന്നാൻ 90 വയസ്സുള്ള ഏറ്റവും സീനിയർ പാസ്റ്റർ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? മോസ്റ്റർ അവറിലൊന്നും അല്ല, വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ പറയാം, നിങ്ങളുടെ സഹോദരനും. ഞാൻ നിങ്ങൾക്ക് ആരാ? കാരണം നമ്മൾ രണ്ടുപേരും പിതാവേന്ന് വിളിക്കുന്നത് ഒരാളെയാണ്. അപ്പോഴാണ് നമ്മൾ തമ്മിൽ ആരാകുന്നത്? സഹോദരങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഈ അക്യൂസിങ് കൊണ്ടുവന്ന് ആരുടെ തലയിൽ ഇടരുത്. ഈ പഴി കൊണ്ടുവന്ന് ആരുടെ തലയിൽ ഇടരുത്. ആരുടെ തലയിൽ ഇടരുത്? സാത്താൻ തന്നെ ആയിരിക്കും അത് ചെയ്തത്. പക്ഷെ അതിനു മുകളിൽ ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കണം. ദൈവത്തിന്റെ വകയായ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കരുനീക്കം നടത്തണമെങ്കിൽ ആരനുവാദം കൊടുക്കണം? എത്ര തെളിവുകൾ പുസ്തകത്തിനകത്തുണ്ട്. അപ്പോ വിവിധ പരിശോധനകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, ഇത് നിങ്ങൾക്ക് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷമെന്ന് എണ്ണണം. അങ്ങനെ എണ്ണിയാലോ? അടുത്ത വാക്യം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സാധനത്തിനും കുറവില്ല എന്നല്ല കേട്ടോ. ക്രിസ്തുവിന്റെ വളർച്ചയിൽ നിങ്ങൾ ഒന്നിലും, ഈ എക്സാമിനേഷൻ വരുമ്പോഴാണ് മനസ്സിലാക്കിയത്, ഞാൻ പഠിക്കേണ്ട പോലെ എന്ത് ചെയ്തിട്ടില്ല. പാട്ടൊക്കെ പാടി യേശു മാത്രം മതി. പക്ഷേ അങ്ങനെ പറയത്തക്ക നിലയിൽ ഞാൻ വളർന്നിട്ടില്ലെന്ന് ഒരു പരിശോധന വന്ന് എൻ്റെ ആരോഗ്യം പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെ പറയത്തക്കവണ്ണം ഞാൻ ആത്മീകമായി എന്ത് ചെയ്തിട്ടില്ല. ഞാൻ ഇനിയും എന്ത് ചെയ്യേണ്ടതുണ്ട്. ഒരു ജോലി പോയാൽ ഫെഡപ്പായി പോകുന്ന ഒരു നിലവാരത്തിലെ ഞാൻ വളർന്നിട്ടുണ്ടെന്ന് ഞാൻ ആ പരിശോധനയിൽ കൂടെ കയറിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞ, അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പീറ്റർ ഇതിനെ കുറിച്ച് പറയുന്നത് എന്താ നോക്കിക്കേ. 1 പത്രോസ് ലേഖനം 4:12. 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, പശ്ചാത്തലം എന്താണെന്നറിയാമോ? കൈസർ അല്ല, യേശുവാണ് കർത്താവെന്ന് പറഞ്ഞതിന്റെ പേരിൽ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് നേരെ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. ആ പീഡ നിമിത്തം അപ്പനെ നഷ്ടമായവരുണ്ട്, അമ്മ നഷ്ടപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്, വീട്ടാരും നഷ്ടപ്പെട്ടവരുണ്ട്. പല നഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് അംഗങ്ങൾ നഷ്ടമായവർ, അവയവങ്ങൾ ഛേദിക്കപ്പെട്ടവരുണ്ട്. സ്തോത്രം. സിംഹങ്ങൾക്ക് വലിച്ചെറിയപ്പെട്ടവരുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ആ ശോധനയെ കുറിച്ച് പറഞ്ഞ അഗ്നി അതിനകത്തൂടെ കടന്നുപോയവരോട് ദൂത് പറഞ്ഞ, പ്രിയമുള്ളവരെ, ഇതെന്തിനായി സംഭവിച്ചു? നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധനയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധനയിൽ ആ ഭാഷ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട്. ലളിതമായിട്ട് പറഞ്ഞാൽ, സ്തോത്രം, നമ്മൾ പറയാറില്ലേ, എൻ്റെ ഭാഷ എനിക്ക് വന്ന പോലെ കഷ്ടത. നമ്മൾ പറയുന്ന കേട്ടാൽ ഭൂമിയിൽ ഇത്രയും കഷ്ടത വരുന്ന ആദ്യത്തെ പേഴ്സൺ ആരാ? 600 മംഗലത്തിൽ ഞങ്ങൾ അനുഭവിച്ച പോലൊരു കഷ്ടത എൻ്റെ പൊന്നു ഭാഷ ഈ ഉലകത്തിൽ വേറൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. സഹിക്കാവുന്നതിന് മീതെ പരീക്ഷയോടുകൂടെ എന്തും തന്നിട്ടുണ്ട്. പോക്കൂലിയൊക്കെ തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ ഒഴുകിപ്പോയേനെ. പത്രോസ് പോലും ചിന്തിച്ചത് പത്രോസിന് എന്തോ വലിയ മനോബലം ഉണ്ടെന്ന. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇവിടെ പൊന്നുകുഞ്ഞെ, പിശാച് ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ പാറ്റാൻ എന്ത് ചെയ്തു? പക്ഷെ എനിക്കറിയാം നിന്റെ വിശ്വാസത്തിന്റെ കട്ടി എത്രയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല. ഉടനെ പത്രോസ് ചോദിക്കുക, ആ എന്നാ പരിപാടിയാ കർത്താവേ, നിനക്ക് വേണ്ടി ചാകാനും ജയിലിൽ പോകാനും വരെ നിനക്കങ്ങ് വിട്ടുകൊടുക്കത്തില്ലേ? അതെന്നെ പരിപാടിയാ. കർത്താവ് പറഞ്ഞടാ, നീ നാളെ എന്നെ തള്ളി പറയാതെ കോഴി എന്ത് ചെയ്തില്ല. ഒരു
പാതിരാക്കോഴി കൂവുന്ന അത്രയും നേരം പോലും പിടിച്ചു നിൽക്കാനുള്ള വിശ്വാസത്തിന്റെ വളർച്ച നമുക്കില്ലെന്ന് ദൈവത്തിന് അറിയാകുന്നതുകൊണ്ട് നമ്മുടെ പല വാചകങ്ങൾക്കും ദൈവം അങ്ങോട്ട് ശരി വെച്ചിട്ടില്ല. മനസ്സിലാവുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പാട്ടൊക്കെ ജീവൻ യേശുവിൽ. ഒരു മൂക്കുപ്പനി വന്നാ പിന്നെ സ്തോത്രം പറയുകയല്ല. നമ്മൾ എന്നാ പാടി ജീവൻ എവിടെ വയ്ക്കുമെന്ന് പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ ഭയപ്പെടുക, കർത്താവേ അതിനോടൊന്ന് വളരണ്ടേ. അങ്ങനെ വളർന്നിട്ടൊന്നും എല്ലാ പാട്ടൊന്നും പാടാൻ പറ്റില്ല. എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ പറയുന്ന പോലെ ആയിട്ടില്ലെന്ന് തമ്പുരാന് നന്നായി. അട്ടെ, എന്റെ ചോദ്യം, ഇനി എന്ന് വളരും? 10ാം ക്ലാസ്സിൽ എത്തേണ്ട പ്രായമായിട്ടും കക്ഷി ഇപ്പോഴും പരീക്ഷപ്പനി പിടിച്ച് എവിടെ ഇരിക്കുക? കാലം നോക്കിയാൽ അനേകനെ എന്ത് ചെയ്യേണ്ട ആളാ. പക്ഷെ പരിശോധനയ്ക്കകത്തൂടെ കയറിയാലേ പ്രോഗ്രസീവ് മൊമെന്റ് മനസ്സിലാവൂ. എന്നാലേ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂ, എന്നാലേ പണിയപ്പെടൂ, എന്നാലേ കർത്താവിന് അനുരൂപമായി രൂപാന്തരപ്പെടൂ, എന്നാലേ കർത്താവിന് എന്നെ ചേർക്കാൻ മടങ്ങി വരാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പത്രോസ് പറയാ, എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധനയിൽ ഒരു അപൂർവ ലളിതമായിട്ട് എന്റെ മനസ്സിലാവുന്ന തർജ്ജിമയെ ഞാൻ പറയാം. നിങ്ങൾ അതിന്റെ പേരിൽ കിടന്ന് കരിയില പറപ്പിക്കേണ്ടത്. നിങ്ങൾ ആരെയും വിരട്ടുകയും പേടിപ്പിക്കുകയൊന്നും നിങ്ങളുടെ കഷ്ടതയുടെ എപ്പിസോഡ് 1, 2, 3 എന്നും പറഞ്ഞ ആൾക്കാരെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട. കഷ്ടത എന്നത് ക്രിസ്തീയ ജീവിതത്തിലെ അബ്നോർമാലിറ്റി അല്ല, നോർമൽ ലൈഫാ. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. എത്ര വാക്യം ഉണ്ടെന്നറിയോ? ഒന്ന് ഇത് വെച്ചുകൊണ്ട് ഒരു ഭാഗം കൊണ്ടൊന്ന് എടുത്ത റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം. വിശ്വാസത്താൽ ശ്രദ്ധിച്ചോ, ഇവിടാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് എന്തോ ഉണ്ട്? പീസ് വിത്ത് ഗാഡ്. ദൈവത്തോട് സമാധാനം. അന്യരും ശത്രുക്കളും പരദേശികളും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മളെ യേശു ക്രിസ്തു തന്റെ ശരീരത്താൽ, കൊലോസ്യ ലേഖനം 1:21-22 പറയുന്ന പോലെ, നമ്മെ അവിടുന്ന് തുന്നി, ഇഴ ചേർത്ത് തുന്നി, അയർൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സമാധാനം, സ്തോത്രം. നമ്മെ ദൈവത്തോട് എന്തോ ആക്കി? സമാധാനത്തിലാക്കി. ഈ സമാധാനം, അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകമൊക്കെ ഈ കർത്തൃമേശ സമയത്തൊക്കെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ആരുടെ മേളിലായി? അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന്, സ്തോത്രം, എഫേസ്യ ലേഖനം 6 ഒരു പേര് പറയുന്നു, സമാധാന സുവിശേഷത്തിനായുള്ള. അപ്പൊ ഈ സമാധാനം ദൈവത്തോട് നമുക്ക് എന്തോ ഉണ്ടായി? ക്രിസ്ത്യ ജീവിതം തുടങ്ങി കേട്ടോ. ആ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്നാ നടക്കുന്നേ? അടുത്ത വാക്യം കേട്ടോ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ, ഇതിനകത്ത് എൻട്രി പാസ് എങ്ങനെ കിട്ടിയ? അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് എന്തോ കിട്ടി? പ്രവേശനം കിട്ടി. അടുത്തത്, അപ്പൊ ഇതിനകത്ത് വന്നവരുടെ പ്രശംസ എന്താ? പ്രശംസ എന്താ? പ്രശംസ എന്താ? തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം. ഇതിൽ കുറഞ്ഞതൊന്നും നമ്മുടെ പ്രശംസയിൽ വരരുത്. ദൈവം തന്ന പപ്പടം പോലെ പൊട്ടുന്ന വണ്ടിയല്ല നമ്മുടെ പ്രശംസ. ഒരു പ്രകൃതി ദുരന്തം വന്നാൽ, സ്തോത്രം, പുട്ടുപൊടി പോലെ പൊടിയുന്ന വീടല്ല നമ്മുടെ പ്രശംസ. ഒരു ജീവിതത്തിന്റെ ക്രമം തെറ്റിയാൽ കൈവിട്ടു പോകുന്ന ഈ ഭൂമിയിൽ ദൈവം തന്ന ഒരു നന്മയിലും അല്ല നമ്മുടെ പ്രശംസ. നമ്മുടെ പ്രശംസ ഇനിയും എത്രയും കാലം കഴിയും, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇതാ എന്റെ പ്രശംസ. എന്റെ പ്രശംസ എന്റെ പ്രത്യാശയാ. എന്റെ പ്രത്യാശ മറ്റൊന്നുമല്ല, എന്റെ കർത്താവ് എന്നെ ചേർക്കാൻ മടങ്ങി വരും. ഇതാ നമ്മുടെ പ്രത്യാശ. ഇതാ നമ്മുടെ പ്രത്യാശ. ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം യേശു എന്തിനു വന്നു എന്നതിലാണ്, അല്ലെ? യേശുവിന്റെ 1-ാം വരവിലാണ് നമ്മുടെ വിശ്വാസം കുഴിച്ചിട്ടേക്കുന്നത്.
യേശുവിന്റെ രണ്ടാം വരവിലാണ് നമ്മുടെ പ്രത്യാശ കുഴിച്ചിട്ടേക്കുന്നത്, അല്ലെ? യേശു എന്തിനു വരുന്നു എന്നതാണ് നമ്മുടെ പ്രത്യാശ, അല്ലെ? സ്തോത്രം. ഇത് രണ്ടിനെ ആധാരമാക്കി കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു കൊച്ചു ജീവിതം അഗസ്ത്യ ജീവിതം. അതുകൊണ്ട് പറഞ്ഞ നിലനിൽക്കുന്ന 3 കാര്യമേ ഉള്ളൂ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ശ്രദ്ധിക്കണേ. അപ്പോ നമ്മൾ ഏതിലാ പ്രശംസിക്കുന്നേ? നമ്മുടെ പ്രത്യാശയിലാ എന്ത് ചെയ്യുന്നേ? പ്രശംസിക്കുന്നേ. അടുത്ത 3-ാമത്തെ കാര്യം ശ്രദ്ധിച്ചു വായിക്കണം. ഇത് പറയാറില്ല പലരും. ഇത് മാത്രമല്ല, നീതീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നവരോട് പറയും, ഇതിനിടയിൽ ഒരു പരിപാടിയുണ്ട്. എന്തുകൊണ്ട്? യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പരിശോധന, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിശോധന, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കഷ്ടത. ഈ കഷ്ടത എന്നെ എന്തുള്ളവനാക്കും? സഹിഷ്ണുതയുള്ളവനാക്കും. എന്ന് പറഞ്ഞാൽ ഈ കഷ്ടതയിൽ അങ്ങോട്ട് നിൽക്കാൻ തുടങ്ങിയാൽ ദൈവം ഇത് സഹിക്കാനുള്ള കൃപ കൊണ്ട് എന്നെ അലങ്കരിക്കും, എന്നെ പൊതിയും. കർത്താവ് പറഞ്ഞല്ലോ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ്. സഹിക്കാനുള്ള ദൈവകൃപ ദൈവം എന്നിൽ പകർന്നുകൊണ്ടിരിക്കും. അതിന് ഫലം എന്തുവാ? ഈ സഹിഷ്ണുത കൂടുന്തോറും അടുത്ത എന്നിൽ വരുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരാകും? സിദ്ധനാകും. അതിന് ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയിരിക്കുന്ന പ്രൂവൺ ക്യാരക്ടർ എന്ന, തെളിയിക്കപ്പെട്ട സ്വഭാവം. നിങ്ങൾ വായിച്ചിട്ടില്ല ചിലയിടത്തൊക്കെ സിദ്ധവൈദ്യൻ? വായിച്ചിട്ടുണ്ടോ? അപ്പൊ ചില രോഗങ്ങൾക്ക് നമ്മൾ പറയും ഇന്ന ആളെടുത്ത് പോയാൽ പുള്ളി അതിന്റെ വിദഗ്ധനാണ്. പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ ഈ കഷ്ടങ്ങൾക്കകത്തൂടെ നമ്മൾ പോയിട്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മളിൽ ഒരു റിഫോർമേഷൻ നടക്കും. നമ്മൾ ആരെപ്പോലാകും? യേശുവിനെ പോലാകും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ പോലെ ആയാലുണ്ടാകുന്ന പ്രത്യേകത കഷ്ട സഹിഷ്ണുതയും, സഹിഷ്ണു സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം നമ്മുടെ കഷ്ടങ്ങളിലും പ്രശംസിക്കും. 2 പ്രശംസ സഭയ്ക്കുണ്ട്. ഒന്ന് പ്രത്യാശയിലെ പ്രശംസ. അതുകൊണ്ട് അപ്പച്ചന്മാർ ഇവിടെ എന്റെ കഷ്ടങ്ങൾ. അപ്പൊ കഷ്ടങ്ങൾ ആര് തരുന്ന? ദൈവം തരുന്ന. എന്റെ കൂടെ ഒന്ന് വരണേ, ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. പക്ഷെ ഇത് ദൈവത്താലാണെന്നതും എന്നെ പണിയാനാണെന്നതും ഇതെനിക്ക് ഏറ്റവും അനിവാര്യമാണെന്നതും ഗ്രഹിക്കാൻ ഇവിടത്തെ ജ്ഞാനം പോരാ. എനിക്ക് ഏത് ജ്ഞാനം വേണം? ഉയരത്തിലെ ജ്ഞാനം വേണം. സ്തോത്രം. പത്രോസ് പറയുകയാണ്, അടുത്ത വാക്യത്തിലേക്ക് വന്നേ, വേഗം വന്നേ, 1 പത്രോസ് 4:12. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. പിന്നെ നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? ഈ കഷ്ടതയുടെ പേരെന്നാ? ക്രിസ്തുവിന്റെ. എന്തുകൊണ്ടാണ് ഇതിന് അങ്ങനെ നാമകരണം കൊടുത്തേ? ഒരു കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ കഷ്ടങ്ങൾ ഞാൻ ആരായത് നിമിത്തം നേരിടേണ്ടി വരുന്നതാ? ക്രിസ്ത്യാനിയായിട്ട്, അതായത് ക്രിസ്തുവിന്റെ അനുയായി ആയതുകൊണ്ടാണ് എനിക്ക് എന്തോ വരുന്നേ? പിടി കിട്ടുന്നോ? രണ്ടാമത്തെ കാര്യമാ കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ടുള്ള അതിന്റെ മീനിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നേ. രണ്ടാമത്തെ കാര്യം, ഈ കഷ്ടങ്ങൾ ആത്യന്തികമായി എന്നെ ആരെപ്പോലാക്കും? അതുകൊണ്ടാണ് ഈ കഷ്ടതയ്ക്ക് എന്തോ പേര് പറഞ്ഞേ? അതല്ലേ പിതാക്കന്മാര് പാടിയ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ഉപദ്രവമോ. നമ്മൾ പാടിയെന്നേ ഉള്ളൂ, അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ഇത് കാണാതെ പഠിച്ചോണ്ട് പണ്ട് നോക്കി വായിക്കുമായിരുന്നു, ഇപ്പൊ ബൈഹാർട്ടായി. അതുകൊണ്ട് ഇങ്ങനെ താളത്തിന് ഓൺ ചെയ്താൽ മതി, പ്ലേ ആയിക്കോളും. അല്ല, ഇതൊക്കെ ഒന്ന് ഗ്രഹിക്കണം. അപ്പൊ ഈ കഷ്ടങ്ങൾ എന്നെ ആരെപ്പോലാക്കും? അപ്പൊ കഷ്ടതയിലെ എന്റെ സന്തോഷം എന്താ? കഷ്ടതയിലെ എന്റെ പ്രശംസ എന്താ? ഞാൻ കർത്താവിന് വേണ്ടി എന്തോ ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് കർത്താവെ, ഈ കഷ്ടങ്ങളിൽ എന്നെ അങ്ങയെപ്പോലാക്കുന്നതോർത്ത്, അങ്ങനെ ദൈവം എന്നോട് ചെയ്ത കരുണയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് പറയാം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവർ ചാൻസ് കിട്ടുന്തോറും എന്ത് ചെയ്യണം? നമ്മൾ കരയുക ചെയ്യുന്നത്. നമ്മൾ കരയും ചെയ്യും, മറ്റുള്ളവരെ പരമാവധി എന്ത് ചെയ്യും? അല്ലേ? യാക്കോബ് ഇത് തന്നെയല്ലേ പറഞ്ഞേ? നിങ്ങൾ ഇത് സന്തോഷമെന്നെണ്ണിയാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരായി തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന്
ഏതായി സ്ഥിരതയ്ക്ക് തേക്കുന്ന പ്രവൃത്തി? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അപ്പൊ നമ്മളെ സ്ഥിരത ഉളവാക്കുന്ന പ്രവൃത്തി ഏതാ? വിശ്വാസത്തിന്റെ. അപ്പൊ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇത് സന്തോഷമെന്ന് എണ്ണിയാൽ ഇത് സഹിക്കാനുള്ള ചാൻസസ് എന്ത് ചെയ്യും? ചാൻസ് എന്ത് ചെയ്യും? പ്രാർത്ഥന ആയാൽ യാക്കോബ് ദേശി വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയല്ല. പ്രാർത്ഥന മനസ്സിലാകാത്തോണ്ടോ സ്തോത്രം പറയുന്നത്? അറ്റാക്ക് വന്ന് അച്ചായൻ വീട്ടിൽ വിളിച്ചേക്കുക യാക്കോബ് ദേശി പ്രാർത്ഥിക്കാൻ. യാക്കോബ് ദേശി പ്രാർത്ഥിക്കുക, ഈ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങളെ സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ഇത് അശേഷം എണ്ണിയാൽ ദൈവം ഇതുപോലെ അവസരങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുമെന്ന്. കാരണം ഈ ഒറ്റ അറ്റാക്കോടുകൂടെ പുലിക്കുട്ടി പോലെ ഇന്ന് അച്ചായൻ പൂച്ചക്കുട്ടി പോലെ ആയി. ഒരു കാര്യം ഉറപ്പായി, കാഹളം നിന്നിച്ച പുള്ളി ഇന്ന് രാത്രി പോകും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇത് അതിനാണെന്ന് മനസ്സിലാക്കാനുള്ള ഉയരത്തിലെ ജ്ഞാനം കിട്ടിയില്ലെങ്കിൽ സ്വോത്രം ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് അപ്പച്ചന്മാര് പാടിയ ഏതു ഗുണമെന്നറിയാൻ ഇല്ല ജ്ഞാനം എന്നിൽ. അതൊന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവേ, ഞാൻ എൻ്റെ ഗുണത്തിനാണെന്ന് ചിന്തിക്കുന്ന പലതും എൻ്റെ ഗുണത്തിനല്ല. പക്ഷെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതെന്റെ നന്മയ്ക്കാണെന്ന് എനിക്കറിയാം. ചിലപ്പോ ബാഹ്യമായി നോക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് ഇത്ര വിഷമകരമാണല്ലോ. പക്ഷെ ആത്യന്തികമായി എനിക്ക് മനസ്സിലാകും, കർത്താവേ, എനിക്ക് നീ വരുത്തിയതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഏത് ജ്ഞാനം വേണം? ഉയരത്തിലെ ജ്ഞാനം. യാക്കോബ് തന്നെ അത് ഡിഫൈൻ ചെയ്യാണ്. എന്താ പറയണ? അഞ്ചാമത്തെ നമ്മുടെ കുഴപ്പം എന്നറിയാമോ? നമ്മൾ ഈ IQ ലെവൽ കുറവുള്ള പിള്ളേർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക ഈ വാക്യം. യാക്കോബ് 1:5 അല്ലെ സന്തോഷ ബ്രഹ്മിയായിട്ടാ ചിലർ ഇത് ഉപയോഗിക്കുന്നത് അല്ലെ. ബുദ്ധിക്കുറവുള്ള പിള്ളേർക്ക് ജെയിംസ് 1:5 പ്രാർത്ഥിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല കേട്ടോ, ബുദ്ധിയൊക്കെ കൂടും. പക്ഷെ ഇത് അതിനു വേണ്ടിയല്ല. പരിശോധനകളിൽ ഇടറാതെ, പ്രതിസന്ധികളിൽ ഉലയാതെ കർത്താവിനെ ചുംബിച്ചോണ്ട് നടക്കാൻ എനിക്ക് ഇവിടത്തെ ബാഹ്യമായ സെക്കുലർ ജ്ഞാനം പോരാ, എനിക്ക് ഉയരത്തിലെ ജ്ഞാനം വേണം. കൊരിന്ത്യലേഖനം 1 പറഞ്ഞല്ലോ, സ്തോത്രം, ആ ജ്ഞാനം ഈ പ്രഭുക്കന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. സ്തോത്രം. ആ ജ്ഞാനം കിട്ടിയവൻ ഈ ലോകത്തിന്റെ ഒഴുക്കിനെതിരെ ആയിരിക്കും ഒഴുകുന്നേ. ആ ജ്ഞാനം കിട്ടിയവൻ അടുത്ത ഫറവോനാകാനുള്ള ചാൻസ് റിസൈൻ ചെയ്തേച്ച് അവൻ പോകുകയാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ വലിയ ധനമെന്നെണ്ണിയിട്ട്. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ഉയരത്തിലെ ജ്ഞാനം നിങ്ങളുടെ അകത്ത് വന്നാൽ പ്രതിസന്ധികളിൽ നിന്ന് ജമ്പ് ചെയ്യുകയല്ല, പ്രതിസന്ധികളിൽ നിന്നിട്ട് കർത്താവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവർ ആകുന്തോറും സന്തോഷിക്കുക. ഉയരത്തിലെ ജ്ഞാനത്തിന്റെ പ്രത്യേകത 3:16 യാക്കോബ് പറയുന്നുണ്ട്. 3:16 6 കാര്യങ്ങൾ ഉള്ളതും 2 കാര്യങ്ങൾ ഇല്ലാത്തതുമാ ഉയരത്തിലെ ജ്ഞാനം. പെട്ടെന്ന് വേണമെങ്കിൽ 1-2 ഞാൻ പറഞ്ഞു വിടാം. സ്തോത്രം, വായിച്ചേ. ഞാൻ അതിന്റെ ഒരു പോർഷൻ മാത്രം, സമയക്കുറവുണ്ട്, ഞാൻ ഒരു ഭാഗം മാത്രം പറയാം. വീട്ടിൽ പോയത് വായിക്കണം കേട്ടോ. ഈ ഉയരത്തിലെ ജ്ഞാനത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്, ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ഈ നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണെന്ന വെളിപ്പാടിൽ ഈ ദൈവമനുഷ്യൻ എത്തി നിൽക്കുകയാണെങ്കിലും ഇന്നലകളിൽ കാലിടറിയപ്പോ ഇദ്ദേഹം ദൈവത്തോട് പറയുകയാണ്, ഉള്ളി ചിന്തിക്കുക, ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും. വിശുദ്ധ ജീവിതത്തിലൊന്നും വലിയ കാര്യമില്ല പാസ്റ്ററേ, ഇപ്പൊ കള്ളന്മാർക്കുള്ള കാലമാ. അത്യാവശ്യം കള്ളവും കള്ളത്തരവും ഒക്കെ ഉണ്ടെങ്കിലേ പിടിച്ചിരിക്കാൻ. വിശുദ്ധ ജീവിതം ഗൗരവമുള്ള വസ്തുതയല്ല എന്ന് തോന്നിപ്പോകും. കാരണം ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ടും എതിർപ്പെടുന്നത്, സ്തോത്രം, അശുദ്ധന് വരുന്ന വിധിയാണ്. ഇവിടെ പിന്നെയും വിശുദ്ധി തുടരണമെങ്കിൽ വി നീഡ് ദ ഹെവൻലി വിസ്ഡം. നമുക്ക് ഏത് ജ്ഞാനം വേണം? ഒറ്റ തെളിവ് ഞാൻ പറയാം. പൊത്തീഫറിന്റെ വീട്ടിൽ അമ്മാമ വിളിച്ചപ്പോ, സ്തോത്രം, ഒന്ന് വശപ്പെട്ട് കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഒരു പ്രൊമോഷൻ കിട്ടിയേനെ. അമ്മാമ പറഞ്ഞു, ക്യാമറ എല്ലാം സ്വിച്ച് ഓഫ് ആണ്, ധൈര്യമായിട്ട് പോരാ. ജോസഫ് പറഞ്ഞു, മേളിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, ഞാൻ ജീവിക്കുന്ന ആ ക്യാമറയുടെ മുമ്പിലാ. 16 സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ യഹോവയെ എപ്പോഴും
വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ടും തനിക്ക് കിട്ടിയ പ്രതിഫലം എന്നാ? 105 സങ്കീർത്തനം എഴുതിയിരിക്കുന്നു, അവന്റെ കൈകളെ വിലങ്ങുകൊണ്ടും കാലുകളെ ചങ്ങല കൊണ്ടും ബന്ധിച്ചെന്ന. ചോദ്യം, വിശുദ്ധിക്ക് വേണ്ടി നിന്നവന്റെ കയ്യിൽ എന്നാ കിടക്കുക? കാലേ എന്നാ കിടക്കുക? ഓ, എന്തിനാ? പുള്ളി തോന്നുക അല്ലേ അങ്ങനെ ഒന്നും നിൽക്കണ്ടായിരുന്നു. വിശുദ്ധിക്ക് വേണ്ടി നിന്നുകൊണ്ട് ഒത്തിരി പേരുടെ പിണക്കും വഴക്കും, സ്തോത്രം, ഒത്തിരി പേരുടെ നീരസമൊക്കെ പിടിച്ചു വാങ്ങുകയല്ലേ. സ്തോത്രം, ഇച്ചിരിയൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ ഒന്ന് തിന്നാ പോരായിരുന്നു? അല്ലല്ല, വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ടും സുഖകരമല്ലാത്ത പ്രതിഫലങ്ങൾ പലതും നേരിടുമ്പോഴും അവിടെയും നിർമ്മലനായി തുടരണമെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം വേണം. പിടികിട്ടുന്നുണ്ടോ? 2, അനുസരണം. ദൈവത്തിൽ നിന്ന് സുഖകരമല്ലാത്ത അനുഭവങ്ങൾ നേരിടുമ്പോഴും ദൈവത്തെ അനുസരിക്കുന്നതിൽ വിമുഖതയില്ലാതെ തുടരണമെങ്കിൽ ഇവിടത്തെ ജ്ഞാനം പോരാ. പിടികിട്ടുന്നുണ്ടോ? ദൈവത്തോട് കൂടെ നടന്നിട്ടും, സ്തോത്രം, ദൈവത്തിൽ നിന്ന് അത്ര സുന്ദരമല്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോഴും ദൈവത്തെ അനുസരിക്കാൻ മനസ്സുണ്ടാകണമെങ്കിൽ ഇവിടത്തെ ജ്ഞാനം കൊണ്ട് പറ്റത്തില്ല. ഏത് ജ്ഞാനം വേണം? അതാ പറഞ്ഞിരിക്കുന്നത്. ഈ ജ്ഞാനം നിങ്ങൾക്ക് കുറവാണെങ്കിൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങളെ മുൻപോട്ട് വിടാതെ നിങ്ങൾ ഇടറി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണെങ്കിൽ, യാക്കോബ് പറയാം, നിങ്ങൾക്കൊരു പ്രാർത്ഥനാപായ ആവശ്യമാണ്. യു നീഡ് എ പ്രയർ റൂം. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പ്രാർത്ഥനാ മനുഷ്യനെന്നാ. ഒട്ടകത്തിന്റെ മുട്ടുപോലെ മുട്ടുകളുള്ള മനുഷ്യനെന്നാണ് വേദപഠിതാക്കൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അദ്ദേഹം പറയാണ്, എന്ത് വന്നാലും അദ്ദേഹം എന്ത് പറയും? ഏത് പ്രശ്നമായിട്ടും യാക്കോബേശിയുടെ അടുത്ത് വന്നാൽ പുള്ളി ആദ്യം പറഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ യാക്കോബ് ലേഖനം ഒന്ന് വായിച്ചു നോക്കി. യാക്കോബ് പറയാ, നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളുടെ പിന്നാമ്പുറം പിടികിട്ടുന്നില്ല. ചിലപ്പോൾ ചോദിക്കും, കർത്താവ് എന്തായി കാര്യം? നിങ്ങൾ പുറകോട്ട് പോകരുത്. എന്തിനാണ് എന്ന് ദൈവം നിങ്ങളെ ഗ്രഹിപ്പിച്ചു തരും. ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ആശങ്കയില്ലാതെ അവനെ സ്തുതിപ്പാനും ആരാധിപ്പാനും സ്നേഹിപ്പാനും അവന് വേണ്ടി പിന്നെയും കത്തി ജ്വലിക്കുവാനും തക്ക നിലയിൽ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ അവനോട് തിരിക്കണം. അന്നേരം ദൈവം ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. പൊത്തീഫറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ തിക്താനുഭവം നിമിത്തം കർത്താവുമായിട്ടുള്ള ബന്ധം അവിടെ തകർത്തായിരുന്നെങ്കിൽ മിസ്രൈമിലെ മഹത്വം കാണാൻ ജോസഫിന് പറ്റുമായിരുന്നു. അവിടം വരെ എത്തണമെങ്കിൽ മാനുഷിക ജ്ഞാനം കൊണ്ട് ഓടാൻ പറ്റുമോ? പറ്റില്ല. ലോകത്തിന്റെ സിസ്റ്റം, സ്തോത്രം, നന്നായി നടന്നാൽ ദോഷം വരില്ലെന്നാ. പക്ഷെ ദൈവത്തിന്റെ വഴി നടക്കുമ്പോൾ നന്നായി നടക്കുന്നവനും ചിലപ്പോൾ എന്തു വരും? നീതിമാൻ ചിലപ്പോൾ ബാധിക്കപ്പെടും. നീതിമാൻ ചിലപ്പോൾ കഷ്ടത പ്രാപിക്കും. പക്ഷെ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. കൊച്ചൂരുപദേശി സ്വന്തം മകൻ മരിച്ചു കിടന്ന് പറഞ്ഞു, ദോഷമായിട്ടൊന്നും ഇവിടത്തെ ജ്ഞാനം കൊണ്ട് പറയാൻ പറ്റുമോ? അപ്പന്മാര് പറഞ്ഞേ, അമ്മമാര് പറഞ്ഞേ, സ്വന്തം കുഞ്ഞു പോയാൽ, നൊന്ത് പ്രസവിച്ച മക്കൾ നഷ്ടപ്പെട്ടാൽ എത്ര മാതാപിതാക്കൾക്ക് അങ്ങനെ ഒന്ന് പാടാൻ പറ്റും? ഉയരത്തിലെ ജ്ഞാനം. യാക്കോബ് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ ഇത് കുറവായോണ്ടാ എവിടെയോ ക്രിസ്ത്യ ജീവിതം വഴിമുട്ടി നിൽക്കുന്നേ. അടുത്ത ചുവട് വെക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. കാരണം സ്തോത്രം, ദൈവത്തോട് ചേർന്ന് നടന്നിട്ടും എനിക്ക് നേരിടുന്നതൊക്കെ വല്ലാത്ത കഷ്ടം. ആൾക്കാർ ചോദിക്കുക, സ്തോത്രം, നിനക്കെന്തു പറ്റി? ദാവീദ് പറഞ്ഞ പോലെ പലരും പറയുന്നുണ്ട്, ഇവന് ദൈവമില്ലെന്ന് പലരും എന്നോട്. ഞാനും ചിന്തിച്ചു, സത്യമായിരിക്കും. അന്നേരം പ്രാർത്ഥനയ്ക്ക് കയറണം, പ്രാർത്ഥിക്കാനിരിക്കണം. കർത്താവേ, എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, നീ സകലവും അറിയുന്നു. കഴിഞ്ഞ 41 അധ്യായത്തിൽ ഈ മനുഷ്യൻ ഈ സത്യം അറിയത്തില്ല. പക്ഷെ 42 അധ്യായത്തിൽ പറയണ, നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ ഞാൻ നിന്നെ കണ്ണാൽ കണ്ടു. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, നീ സകലതും അറിയുന്നു, നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമാകത്തില്ല. ഉയരത്തിലെ ജ്ഞാനം കിട്ടാത്തൊരു മനുഷ്യൻ ഇത് എങ്ങനെയാ ഒന്ന് പാടാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഈ വിധത്തിൽ കാര്യങ്ങൾ നമുക്ക് നേരിടുമ്പോൾ പുറകോട്ട് പോകുകയല്ല. സാത്താൻ ഇതിനെ ഉപയോഗിക്കും കേട്ടോ, നമ്മളെ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവിടെ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം.
ദൈവത്തിന്റെ സന്നിധി ഇരുന്നിട്ട് പറയണം, കർത്താവേ എനിക്കറിയത്തില്ല എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് എനിക്കറിയില്ല. ഇതിന് ഉത്തരം കൊടുക്കാൻ പലരും എന്നോട് ചോദിക്കുന്നതിന് എനിക്ക് എന്തോ ഇല്ല. ഞാൻ പലരുടെയും മുമ്പിൽ എന്താ? യോബിനെ പോലെ ചോദ്യശരങ്ങൾ കൊണ്ടൊരു പൊതിഞ്ഞൊരു ഭക്തൻ വേറെ ഉണ്ട്. സ്വന്തം ഭാര്യ പോലും ചോദിച്ചു, ഇനിയും നീ ഭക്തനായി? പക്ഷെ അപ്പോഴും പറയാൻ ഒരു മറുപടി ഉള്ളൂ, അവൻ എന്നെ കൊന്നാലും. പക്ഷെ 42 അധ്യായം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവമേ നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമാകത്തില്ല കേട്ടോ. ദൈവം അയച്ച കാര്യം സാധിപ്പിക്കാതെ ദൈവം തിരിച്ച് തന്റെ വചനത്തെ എടുക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ആരുടെ കൈയുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു കാര്യം ഓർത്തോണം, സംശയത്തോടെ എന്ത് ചെയ്യരുത്? സംശയത്തോടെ പ്രാർത്ഥിക്കരുത്. നമ്മുടെ കുഴപ്പം ഇന്ന് ഈ മെസ്സേജ് കേട്ടു, ഈ ബോധ്യം കിട്ടി, ഇന്നത്തെ മൂച്ചിന് പോയി 1 മണിക്കൂർ എന്ത് ചെയ്യും? നാളെ ഇതിന് നേരെ എഗനിസ്റ്റ് ഒരു മെസ്സേജ് കേട്ടാൽ നമ്മൾ ആ പ്രാർത്ഥന അന്നേരം അവിടെ വെക്കുക. അവരെ കുറിച്ച് യാക്കോബ് പറയും, ഇങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന്. അവൻ ഏതിന് സമന? കാറ്റടിച്ച് കടൽ കണ്ടിട്ടുണ്ടോ? നമ്മളെവിടെ കടൽ കാണാം? എന്നാലും കടൽ കാണാൻ പോയിട്ടില്ലേ? കടൽ ഈ കാറ്റടിക്കുന്ന അനുസരിച്ച് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നേരെയും ചരിഞ്ഞും ഇങ്ങനെ പോകും അല്ലെ? ഇതുപോലെ ഈ സംശയിക്കുന്ന മനുഷ്യൻ ഈ ദൂത് കേട്ടൊക്കെ ബലപ്പെട്ട് പോയെങ്കിലും പിന്നെ അടുത്തൊന്ന് കേൾക്കുമ്പോ എന്നാലും സ്തോത്രം. ഞാൻ ഇതാ രാവിലെ പറഞ്ഞേ, വചനത്തെക്കാൾ പ്രസക്തി വചനം പോലെ പലതും നമ്മുടെ തിടം പിടിച്ചിരിക്കുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാലോ റോമലേഖനം 5 പറഞ്ഞതുപോലെ നടക്കും. ഈ കഷ്ടത സഹിക്കാനുള്ള കൃപ ദൈവം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ജമ്പ് ചെയ്യല്ല, ഓടുകയല്ല, ഞാൻ അറിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ ഞാനെന്ന മനുഷ്യനെ അതിജീവിക്കാൻ പറ്റാത്ത ഈ സിറ്റുവേഷനെ ഞാൻ വളരെ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യാം. കാരണം എനിക്കൊരു കാര്യം അറിയാം, ഞാനല്ല, എന്നിലെ ദൈവകൃപയാ. പൗലോസ് പറഞ്ഞ പോലെ പറയും, ഞാനാകുന്നത് കൃപയാലാണ്, കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ സഹിച്ചാലോ ഞാൻ ആരാകും? സിദ്ധനാകും. കർത്താവിന് എന്നെ തെളിയിക്കണമെന്നുണ്ട്. സാത്താൻ വന്നേച്ച് പറഞ്ഞു, എന്റെ പൊന്നു കർത്താവേ, ഈ യോബ് നിന്നെ സ്നേഹിക്കുന്നത്, നീ അവന് ചുറ്റും, നീ അവന് ഇത്രയും നല്ല പിള്ളാരെ, നീ അവനെ ഇത്രയും നല്ല എസ്റ്റീമബിൾ ആക്കി, ഇത്രയും ബഹുമാന്യനാക്കി വെച്ചേക്കുന്നുണ്ടാ? ദൈവം പറഞ്ഞു അല്ലെന്ന്. കർത്താവ് പറയാം, എന്നാ പിന്നെ ഒന്ന് വെട്ടി നോക്ക്. നമ്മുടെ കാര്യത്തിൽ കർത്താവിന് ആ ഉറപ്പുണ്ടോ? 36 കൊല്ലമായിട്ട് ആ വേലിയിലെ പൂട്ടടിക്കാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഇയറിന്റെ മീറ്റിങ്ങിന് വന്ന് സാക്ഷ്യം പറഞ്ഞു. എന്നാ സാക്ഷ്യം? 2018 പ്രളയത്തിൽ ദൈവത്തിന്റെ കൃപയാ ഞങ്ങളുടെ വടക്കും കിഴക്കും പടിഞ്ഞാറും തെക്കും ഉള്ള സകലരുടെയും സകലതും പോയി. ദൈവത്തിന്റെ കൃപയാ ഞങ്ങളുടെ ഒരു വാഴക്കൂമ്പ് പോലും എന്തുപോലും പോയില്ല. അന്നേരം അപ്പുറത്തൊരു സഹോദരി ഇരിക്കുക, പ്രളയത്തിൽ വീടടക്കം പോയി അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാ സഭായത്തിന് വന്നേ. സോദരം, കർത്താവ് മേളിൽ നോക്കിച്ച് പറഞ്ഞെന്നോട്, എന്റെ പൊന്നു കുഞ്ഞേ, അവളുടെ വീട് പോയാലും അവൾ പോകത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ഒരു വാഴക്കൂമ്പ് പോയാൽ നിന്നെ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ചോ, അവർക്ക് കൊടുക്കാത്തത് ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ, അവര് പോകാത്ത വഴി കൂടെ നമ്മളെ കയറ്റി വിടുന്നുണ്ടെങ്കിൽ, അവരിലില്ലാത്തൊരു ഉറപ്പ് ദൈവത്തിന് നമ്മുടെ മേളിൽ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം തരുന്ന ശോധനകളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നിടണം. അങ്ങനെ സഹിക്കാൻ തുടങ്ങിയാലോ? 12ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയാ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. ആദ്യം വന്നേച്ച് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാ മതി, ദൈവത്തിന്റെ ശക്തി നിന്റെ മേലങ്ങ് പകരും. നിനക്ക് നിൽക്കാൻ പറ്റാത്തടത്ത് ദൈവം നിന്നെ നിർത്തും. നീയല്ല, നിന്നിലെ ദൈവകൃപ കൊണ്ട് ദൈവം നിന്നെ അങ്ങ് അലങ്കരിക്കുകയാ. സഹിച്ചു കഴിഞ്ഞാലോ സിദ്ധനാകും എന്ന് പറഞ്ഞാൽ കൊള്ളാകുന്നവനായി. നമ്മുടെ പലരുടെയും കാര്യം റിവാർഡൊക്കെ അവിടെ ഇരിക്കുക. പല ആൾക്കാരും ട്രയലിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു?
ട്രയലിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഞായറാഴ്ച വന്ന് ട്രയലിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സാക്ഷ്യമായി പറയും. നമ്മൾ പറയുന്ന സാക്ഷ്യം ഏതാ? നിങ്ങൾ എന്നോട് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ട സാക്ഷ്യം. കർത്താവിന് നമ്മുടെ മേളിൽ ഉറപ്പ് വന്നു. എന്തെല്ലാം പോയാൽ ഇവൻ എന്നെ വിട്ട് പോകത്തില്ല. എഫെസ്യ ലേഖനം വീട്ടിൽ പോയി വായിക്കണേ. 6 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യ. ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന ഏവരോടും കൂടെ കൃപയുണ്ടാകുമാറാകട്ടെ. കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം? ദൈവം തരാമെന്ന് പറഞ്ഞതോ തന്നതോ ആയ ഏതെങ്കിലും ഒരു സാധനം പോയാൽ ദൈവത്തെ ഇട്ടേച്ചു പോകുന്ന ഇയ്യോബിന്റെ ഭാര്യയെ പോലല്ല. ഇയ്യോബിന്റെ ഭാര്യയെ നോക്കിയിട്ട് ഇയ്യോബ് എന്നാ വിളിച്ചേ? എന്താ വിളിച്ചേ? പൊട്ടി. കാര്യം എന്നാ? നീ നന്മ തന്നപ്പോ ദൈവത്തെ എന്ത് ചെയ്ത ആളാ? അപ്പൊ നന്മയെ പ്രതി ദൈവത്തെ സ്നേഹിക്കുകയും നന്മയ്ക്ക് വിഘനം വരുമ്പോ ദൈവത്തെ വിട്ട് പോവുകയും ചെയ്യുന്നവളാരാ? ചെയ്യുന്നവനോ? ഞാനല്ല, നിങ്ങളാ പറഞ്ഞേ. ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ പോഷത്തരമായത്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കേണ്ട ഇതിന്റെ ഒന്നും പേരിലല്ല. ഇതിനൊന്നും അവന് വലിയ മുടക്കില്ല. ഉണ്ടാകട്ടെ എന്ന് ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് അതുപോലൊരു വാക്കേ വേണ്ടുള്ളൂ. പക്ഷെ എന്നെ അവൻ ഇരിക്കുന്നിടത്ത് ഇരുത്തണമെങ്കിൽ അവന്റെ പുത്രനെ ഈ താണ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് തകർക്കേണ്ടത് ഏറ്റവും വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടൊരു സാക്രിഫൈസാ. ആ സ്നേഹം ഓർക്കുമ്പോ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പച്ചന്മാര് പാടില്ല, കാൽവറി ദർശനം കാണുന്നൻ. അത് കണ്ടോണ്ട് വേണം ക്രിസ്തു ജീവിതം ചവിട്ടാൻ. അത് കണ്ടാൽ അൻപിനാൽ ഉള്ളവും. കർത്താവിന്റെ ക്രൂശിനെയൊക്കെ ഒന്ന് ധ്യാനിച്ചാൽ, നമുക്ക് ആ സ്നേഹം ഒന്ന് ഓർത്താൽ, ഈ ഒരു ആയുസ് പോരാ കടം വീടാൻ. നമ്മുടെ 2 പാട്ട് പോരാ, നമ്മുടെ 3 പാട്ട് പോരാ, 21 ദിവസം പോരാ. നമ്മുടെ ഈ ആയുസ് മൊത്തം കൊടുത്താലും അതിന് പകരമാകത്തില്ല. സ്തോത്രം. അപ്പൊ ചിലരൊക്കെ എവിടെയോ ഇടറി നിൽക്കുന്നതിന്റെ കാര്യം ഏത് ജ്ഞാനത്തിന്റെ കുറവാ? ഏത് ജ്ഞാനത്തിന്റെ കുറവാ? നീ പ്രാർത്ഥന ഫയലിക്കുക. നിനക്ക് ജീവിതത്തിൽ ദൈവത്തെ അനുഗമിക്കാൻ കഴിയാത്ത ചോദ്യശരങ്ങൾ നിന്നെ പൊതിയുന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ അല്ല, അവൻ സകലതും അറിയുന്നു. നമ്മുടെ തലയിൽ ഒരു മുടി പൊഴിയണമെങ്കിൽ ആരറിയും? ആ ദൈവം അറിയാതെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല, അല്ല. ഒരു തെളിവ് കൂടെ ഞാൻ തരാം. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 12-ന്റെ 7. 2 കൊരിന്ത്യർ 12-ന്റെ 7 പെട്ടെന്ന് പെട്ടെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയാണ്, വെളിപ്പാടുകൾ അങ്ങ് കൂടിയിട്ട് നിഗളിച്ചു പോകത്തക്ക നിലയിൽ എനിക്ക് എന്ത് കിട്ടി? എന്താ കിട്ടി? വെളിപ്പാട് കിട്ടി. അപ്പൊ എന്റെ സ്പിരിച്വൽ ഇക്വിലിബ്രിയം, സന്തുലിത നിയന്ത്രിക്കാൻ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ ജഡത്തിൽ എന്തോ വെച്ചു. ഇനി ശൂലം എന്താന്ന് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. വായിച്ചേ. കേട്ടായിരുന്നു? പുറകിൽ ആരുണ്ട്? ലിറ്ററലി എന്നെ കുത്താൻ ആരെ അനുവദിച്ചിരിക്കുക? ആരാ അനുവദിച്ചേ? ഇത് ആദ്യം ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിച്ചു അത് മാറാൻ. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ ആ കെട്ടുപൊട്ടാൻ 1ാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കെട്ടുപൊട്ടിയില്ല. 2ാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കെട്ടെന്ത് ചെയ്തില്ല. 3ാമത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഉയരത്തിലെ ജ്ഞാനം വന്നു. പറഞ്ഞു, ഇത് പൊട്ടുകയല്ല, ഇത് പൊട്ടിയാൽ നീ പോകും. നീ അങ്ങ് ചെല്ലണമെന്നുണ്ടെങ്കിൽ നിനക്കിത് വേണം. സ്തോത്രം. പകരം ഞാൻ ഒരു സാധനം തരാം. ഈ കഷ്ടം സഹിക്കാനുള്ള കൃപ ഞാൻ തരാം. എന്റെ കൃപ നിനക്ക്. ആ ജ്ഞാനം കിട്ടിയപ്പോ ഏത് പ്രാർത്ഥന നിർത്തി? നമുക്ക് ആ ജ്ഞാനം കിട്ടാത്തോണ്ട് 30-ന്റെ കൂടെ 3-ന്റെ കൂടെ 300 ആയിട്ടും ഇതുവരെ നിർത്തിയിട്ടില്ല. സ്തോത്രം. നമ്മളിപ്പോഴും പൂജ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുക, ഈ ശൂലം എന്ത് ചെയ്യാ? ചിലതൊക്കെ മാറാനാണെങ്കിൽ ചിലതൊക്കെ മാറാതിരിക്കാനുള്ളത് ദൈവഹിതം. പിടികിട്ടിയോ? അതുകൊണ്ട് അപ്പച്ചന്മാര് പടി ഏതു ഗുണം എന്നറിയാൻ
ഞാൻ രാവിലെ പറഞ്ഞ പോലെ ലോങ് റണ്ണിങ്ങിൽ മാത്രമേ എന്തായിരുന്നു എനിക്ക് ഗുണമായിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമേറിയ ശുശ്രൂഷ ചെയ്യണം. പൗലോസിന്റെ ശരീരത്തിലെ എന്തോ ബലഹീനതയാണെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ഗലാത്യ സഭകളോട് പറയാണ്, എന്റെ ശരീരം നിമിത്തം നിങ്ങൾക്കുണ്ടായ പരീക്ഷയിൽ നിങ്ങൾ എന്നോട് വെറുപ്പ് കാണിക്കാതെ. ഓ, എനിക്ക് ഗലാത്യ സഭകൾ, ഗലേഷ്യൻ റീജിയൻസ്, ആ ലേഖനം വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. ഞാനൊരു ഇടയൻ എന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് ഒരു ട്രാൻസ്ഫർ എങ്ങാനും കിട്ടുവാണെങ്കിൽ ഗലാത്യ സഭ പോലൊരു സഭയിലോട്ട് വിട്ടാൽ മതി. ഹോള് വേണമെന്നില്ല, പാഴ്സനേജും വേണമെന്നില്ല, വണ്ടി, വള്ളം, പള്ളിക്കൂടം, നോട്ട് എ മാറ്റർ. ഞാനിപ്പോൾ ഇരിക്കുന്നിടത്ത് 16 കൊല്ലമായി. അപ്പം ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് ഇനി ഒരു ട്രാൻസ്ഫർ എങ്ങാനും തരുവാണെങ്കിൽ എനിക്ക് ഗലാത്യ സഭ. കാരണം എന്താണെന്നറിയാമോ? ഗലാത്യ സഭയിലെ പാസ്റ്ററിന് വേദപഠിതാക്കൾ പറഞ്ഞ കണ്ണ് സംബന്ധമായ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു ഭാഗം ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്, സ്തോത്രം, കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക്. വീട്ടിൽ പോയി ഒന്ന് വായിക്കണം കേട്ടോ. വേദപുസ്തകത്തിലുള്ള ഒരു പുസ്തകമാണ് ഗലാത്യ പുസ്തകം. സ്തോത്രം, ഗലാത്യ. ആ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ ദൂത് കിടപ്പുണ്ട്. സ്തോത്രം, എന്ത് ചൂഴ്ന്നു കൊടുക്കുമായിരുന്നു? കണ്ണ് ഡോണർ ചെയ്യാൻ തയ്യാറായി. എന്റെ പൊന്നച്ച, കണ്ണ് ചൂഴ്ന്നെടുക്കാൻ തയ്യാറുള്ള ദൈവമക്കളുള്ള കാലഘട്ടത്തിൽ കണ്ണ് ഡോണർ ചെയ്യാൻ തയ്യാറുള്ള ഗലാത്യ സഭ. മാത്രമല്ല, നിങ്ങൾ എന്റെ ശരീര നിമിത്തം എന്നോട് എന്തോ കാണിച്ചില്ല? വെറുപ്പ്. പൗലോസിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആർക്കും എന്തോ തോന്നും? ഞങ്ങളെപ്പോലെ ഇങ്ങനെ നല്ല സോദരം പ്രസന്റബിൾ ആയിട്ട് വന്ന് കണ്ടാ പാസ്റ്റർ എന്ന് വിളിക്കാൻ പരുവത്തിനല്ല പൗലോസ് ഉദ്ദേശിച്ച് നിന്ന്. അടിയൊടിയൊക്കെ കൊണ്ട് മൊത്തം ഫ്ലെക്സിബിൾ അല്ല ആള്. എപ്പോഴും ഒരു ഡോക്ടർ കൂടത്തിയുണ്ട്. വൈദ്യനായ ലൂക്കോസ് കൂടെ സഹചാരിയായിട്ടുണ്ട്. അതുപോലെ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. തൻ്റെ റൂമാലിടുമ്പോൾ രോഗി സൗഖ്യം, കാര്യമൊക്കെ ശരിയാ. പക്ഷെ തനിക്ക് കണ്ടാൽ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന ശാരീരിക പ്രശ്നങ്ങൾ. എനിക്ക് ആ ദൈവമക്കളെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്വത്രം, നമ്മളൊരു പാസ്റ്ററിനെ വെക്കുമ്പോൾ, ഞാൻ ഈ അടുത്തത് കേട്ടു, അവര് ആ സഭ പാസ്റ്ററെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ പാസ്റ്ററെ ഇന്റർവ്യൂ എന്നാ പറയും. തമാശയല്ല, സത്യമായ കാര്യം. അതിന് മുമ്പ് എന്ത് ചെയ്യും? സഭയുടെ ഒരു ഇന്റർവ്യൂ ബോർഡുണ്ട്. ആ ഇന്റർവ്യൂ പാസ് ആയാലേ ഉദ്ദേശിക്കുക. അപ്പൊ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി, പല സഭകളും റോട്ടറി ക്ലബ്ബായി മാറിക്കഴിഞ്ഞു. കാരണം ക്ലബിലാണ് സിലക്ഷൻ വെച്ചിരിക്കുന്നത്. അവിടെ സ്റ്റാറ്റസ് അനുസരിച്ചാ മെമ്പർഷിപ്പ് എന്ത് ചെയ്യുന്നേ, അല്ലേ? പോട്ടെ, എന്റെ വിഷയമല്ല. അപ്പൊ അവിടെ ചെന്നപ്പോ പൗലോസിന് ഉണ്ടായ അനുഭവത്തെ കുറിച്ച് പറയാണ്, നിങ്ങൾ എന്നെ ഒരു ദൈവദൂതനെ പോലെ എങ്ങനെ കൈക്കൊണ്ടു? എങ്ങനെ? അങ്ങനെയാണെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? യേശു വീട്ടിൽ വന്നാൽ ഏത് കപ്പിൽ കാപ്പി കൊടുക്കുമോ ആ കപ്പ് പൗലോസിന് കിട്ടി. യേശു വീട്ടിൽ വന്ന ഏത് പ്ലേറ്റ് ചോറ് കൊടുക്കുമായിരുന്നോ ആ പ്ലേറ്റ് ആർക്ക് കിട്ടി? നമുക്കിപ്പോൾ കപ്പും ഗ്ലാസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും എല്ലാം ഡിസ്പോസിബിളാണ് മേടിക്കുന്നത്, കഴുകാൻ മേലല്ലോ. സ്വതന്ത്രം. പക്ഷെ ഗലാത്യ സഭയിൽ പൗലോസ് വന്നപ്പോൾ കിട്ടിയ ബെഡും ബെഡ്ഷീറ്റും യേശു വന്നാൽ കൊടുക്കാൻ വെച്ചിരുന്ന അർത്ഥം അതാ കേട്ടോ. ക്രിസ്തുവിനെ പോലെ. അപ്പൊ ഈ ഒരു ബലഹീനതയാണെന്നാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. എന്തുവാട്ടെ, നോട്ട് മാറ്റർ. അപ്പൊ ഇത് മാറാൻ 3 വട്ടം എന്ത് ചെയ്തു? അതിനെ പൗലോസ് പറയും, എന്നെ കുത്താൻ ആരെ വെച്ചിരിക്കുക? ഓ, ഇത്രയും കൃപയുള്ളൊരു അപ്പോസ്തലൻ. പ്രാർത്ഥിച്ചാൽ വിടുതലുകൾ നടക്കുന്നു. സ്തോത്രം. ദൂത് പറയാൻ, മെസ്സേജ് പറയാൻ തുടങ്ങിയാൽ വെളുപ്പിനായാലും പ്രസംഗം എന്ത് ചെയ്യത്തില്ല? പ്രസംഗം കേട്ടത് യൂത്തിക്കോസ് കിളിവാതിലെ വീണ് ചത്താലും പ്രസംഗം തീരത്തില്ല. അതുപോലെ വെളിപ്പാടിരിക്കുക. എന്നെ ഒരു ദൈവവെളിപ്പാടാ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുറന്നോസിന്റെ പാഠശാല 2 കൊല്ലം ഇരുന്ന് പഠിപ്പിച്ചു വാസി. ഇത്രയും വെളിപ്പാടുള്ള ദൈവമനുഷ്യന് പുറകിൽ ആര് നിൽക്കുക? ഒരു 7 ഇരുന്ന്, ഒരു 21 ഇരുന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ പ്രാർത്ഥനയായപ്പോ ദൈവാത്മാവ് പറഞ്ഞു, ഈ ശൂലം എന്ത് ചെയ്യത്തില്ല. വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയണ്ട. ഈ ശൂലം എന്ത് ചെയ്യത്തില്ല. പക്ഷെ പകരം എന്തോ തരാം. ആ പുള്ളി പറഞ്ഞു, കൃപ മതി. ഫോക്കസ് ഏതീന്ന് മാറി. കുത്താൻ നിൽക്കുന്ന സാത്താനിന്ന് എന്തോ മാറി. നമ്മുടെ കുഴപ്പം, നമ്മൾ അടുത്ത മീറ്റിങ്ങിന് പോകണമെങ്കിൽ ഈ സാത്താനെ പിടിച്ച് ആലും ചൂട്ടി തറച്ചിട്ടേ പോകത്തുള്ളൂ. ഇതിനെ തറയ്ക്കാൻ പറ്റുമോ?
കാരണം ഇത് ആര് വെച്ചിരിക്കുന്ന? കാരണം ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന. ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഈ ശൂലം പുറകെ ഇരിക്കുക. ഇതും വെച്ചോണ്ട് ഓടി ഓടി ഓടി. എന്നിട്ട് ഒടുവിൽ എഴുതി, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും വെച്ചിരിക്കുക. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം നമ്മുടെ കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന കഷ്ടങ്ങളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. കർത്താവേ, ജ്ഞാനം കുറവായതുകൊണ്ടാ പിറുപിറുത്തെ, ജ്ഞാനം കുറവായതുകൊണ്ടാ പുറകോട്ട് പോയത്, ജ്ഞാനം കുറവായതുകൊണ്ടാ പിണങ്ങിപ്പോയത്, ജ്ഞാനം കുറവായതുകൊണ്ടാ മടുപ്പ് വന്നത്. ഞങ്ങളിൽ ആ ഉയരത്തിലെ ജ്ഞാനം വരണമേ, ഉയരത്തിലെ ജ്ഞാനം വരണം കർത്താവേ. സംശയം കൂടാതെ പ്രാർത്ഥിച്ചോ. ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ കൊള്ളാകുന്നവരായി പുറത്തു വരും. അവന്റെ വരവിൽ തേജസ്സിൽ അനന്യം പറയാൻ ഇടയില്ലാത്ത മണവാട്ടിയായിട്ട് നിങ്ങൾ എടുത്തു നിൽക്കപ്പെടും. ഞാൻ വേഗം അടുത്ത ടോപ്പിക്കിൽ പോവാ. ഇടർച്ചയില്ലാത്ത ക്രിസ്ത്യ ജീവിതത്തിന്റെ രണ്ടാമത് ആവശ്യം ഏത് ജ്ഞാനം വേണം? ഏത് ജ്ഞാനം വേണം? നിങ്ങളിവിടെ എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും ക്രിസ്ത്യ ജീവിതത്തിൽ ചില പാന്താവുകളിൽ നിങ്ങൾക്ക് മുമ്പോട്ട് ചുവട് വെക്കണമെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം ഉണ്ടേ തീരും. മൂന്നാമത് എന്തോ വേണമെന്ന് അറിയാമോ? സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ ഇതക്കാരുടെ രൂപം പറയുമ്പോൾ കർത്താവ് പറയാണ്, വിതച്ച വിത്തിൽ ചിലത് പാറസ്ഥലത്ത് വീണു. പാറസ്ഥലത്ത് വീണത് മുളച്ചുവെങ്കിലും വേരില്ലായകയാൽ സൂര്യന്റെ ചൂട് തട്ടുമ്പോൾ അത് എന്ത് ചെയ്തു പോകും? ഉണങ്ങിപ്പോകും. കർത്താവ് അതിന് കൊടുത്ത വ്യാഖ്യാനം എന്താണെന്നറിയാമോ? കർത്താവ് കൊടുത്ത വ്യാഖ്യാനം ഇതാണ്: വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ കൈക്കൊള്ളുമെങ്കിലും വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ അവർ ക്ഷണത്തിൽ എന്ത് ചെയ്തു പോകും? ഇടറിപ്പോകും. ക്ഷണത്തിൽ എന്ത് ചെയ്തു പോകും? ഇടറിപ്പോകും. അപ്പൊ വചനം കേൾക്കുമ്പോൾ എങ്ങനെ കൈക്കൊള്ളും? എങ്ങനെ കൈക്കൊള്ളും? എന്റെ ഭാഷയെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മാനസാന്തരപ്പെടും, അതിനേക്കാൾ പെട്ടെന്ന് പിന്മാറും. ഫാസ്റ്റ് റിസൾട്ടാണ്. ഇന്നത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ പലവരുടെയും അപകടം എന്നറിയാമോ? ദേ ആർ റൂട്ട്ലെസ് പീപ്പിൾസ്. വേരില്ലാത്ത അനുഭവമാണ് പലരുടെയും ക്രിസ്ത്യ ജീവിതം. പലരുടെയും ക്രിസ്ത്യ ജീവിതത്തിന് എന്തോ ഇല്ല, എന്തോ ഇല്ല, വേരില്ല. വേരില്ലുള്ള പ്രശ്നം എന്നാ? നമുക്കറിയാം, ഈ മത്തനും സ്തോത്രം ചേനയും ചേമ്പും കാച്ചിലും കോവിലും വാഴയും കപ്പയും ഒക്കെ ഇട്ടാൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യാം? അതിന്റെ ഫലം 6-8 മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫലം എടുക്കാം. ആഞ്ഞിലിയോ തേക്കോ ഈട്ടിയോ ഒക്കെ വെച്ചാലോ 8-ാം മാസത്തെ അർപ്പിക്കാൻ നോക്കൂ. കാരണം ഇതിന്റെ ആദ്യത്തെ വളർച്ച എങ്ങോട്ടാ? എങ്ങോട്ടാ? നോ വൺ കൻ സീ. ആർക്കും അത് കാണാൻ പറ്റത്തില്ല. ഇതുപോലെ ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതം നമ്മൾ എന്തോരം കാണുന്ന തലമുണ്ടോ അതിനേക്കാൾ കൂടുതൽ കാണാത്തൊരു തലം നമുക്കുണ്ടാകണം. പിടി കിട്ടുന്നുണ്ടോ? ആൾക്കാർ ഈ കാണുന്ന തലം വെച്ചിട്ടാണ് നമ്മുടെ ബന്ധത്തെ വിലയിരുത്തുന്നത്. പക്ഷെ കർത്താവ് പറയും, ഈ കാണുന്നതിനപ്പുറത്തൊന്ന് എനിക്ക് അവനുമായിട്ടുണ്ട്. യോബിനെ കുറിച്ച് പറഞ്ഞ പോലെ നമ്മളെ കുറിച്ച് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വേരൂന്നേണ്ടത് എന്തിലാ? ഈ ഓരോ കൃഷിയും ഫലകരമാകണം, കൾട്ടിവേഷൻ ഫ്രൂട്ട്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ അതിനനുപാതമായ മണ്ണിൽ വേണം അതെന്ത് ചെയ്യാൻ. ഈ നാട്ടിൽ തേയില കൊണ്ടുവച്ച് പിടിക്കില്ല, കാരണം അതിന് പറ്റിയ മണ്ണ് അല്ല. സ്തോത്രം അല്ലെ? എന്നതുപോലെ ക്രിസ്ത്യ ജീവിതം വേര് പിടിക്കേണ്ട എന്തിനാണെന്നറിയാമോ? സ്തോത്രം. ക്രിസ്ത്യ ജീവിതം വേര് പിടിക്കേണ്ടത് മറ്റൊന്നിലുമല്ല. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് എടുത്തൊന്ന് വായിച്ചേ. ക്രിസ്ത്യ ജീവിതം എന്തിലാ വേരൂന്നേണ്ടത്? ആ ആ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ശ്രദ്ധിച്ചോ? അൺസെപ്പറബിൾ ലവ് എന്നാണ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതിലാ വേരൂന്നേണ്ടത്?
ഏതിൽ വേരൂന്നണം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങൾ മാനമാക്കേണ്ടത് ദൈവം ഇവിടെ തന്ന ചില്ലറ കാര്യങ്ങളുടെ വെളിച്ചത്തിലാകരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ തരാൻ ദൈവത്തിന് വലിയ മുടക്കൊന്നും ഉണ്ടാകട്ടെ എന്ന ഒരു വാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ദൈവത്തിന് അതുപോലൊരു വാക്ക് മതി. എന്നാൽ നമ്മെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കണമെങ്കിൽ ആ വാക്ക് പോരാ. ദൈവരൂപത്തിൽ ഇരുന്നവൻ ആ സാദൃശ്യം വിട്ടിട്ട് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ ഒരുവനെ പോലാകണം. ദൈവം കൊടുത്ത വില നമ്മൾ മറക്കല്ലേ. ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ കണക്കാക്കേണ്ടത് 1 യോഹന്നാൻ 3:1 വെച്ചാ. കാൺമീൻ നാം, എല്ലാവരും ഒന്ന് പറഞ്ഞ ആ വാക്യം, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. അതാ പാട്ടൊക്കെ പറഞ്ഞു, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കായി, ഇത്രമാം സ്നേഹ ഓ മന്നാവ വർണ്ണിപ്പാരേളു എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും ഓ തേടി വന്നു. ആ ക്രൂശിന്റെ സ്നേഹത്തിലാ നിങ്ങൾ വേരൂന്നുന്നതെങ്കിൽ ഉയർച്ച വരട്ടെ, താഴ്ച വരട്ടെ, വാൾ വരട്ടെ, ആപത്ത് വരട്ടെ, പട്ടിണി വരട്ടെ, നഗ്നത വരട്ടെ, ഉയർച്ച വരട്ടെ, ഇപ്പോഴുള്ളത് വരട്ടെ, വരുവാനുള്ളത് വരട്ടെ, ദൂതന്മാർ വരട്ടെ, വാഴ്ചകൾ വരട്ടെ, അധികാരങ്ങൾ വരട്ടെ, യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 3 പൗലോസ് അപ്പോസ്തലന്റെ ഏറ്റവും മഹത്വകരമായ പ്രാർത്ഥന, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. എന്താഴമായ ഒരു പ്രാർത്ഥനയാ അല്ലേ? പാട്ട സ്നേഹത്തിന് ആഴവും നീളമതിൻ ത്യാഗവും സമ്പൂർണതയും. അതൊക്കെ ഗ്രഹിച്ച കർത്താവിനെ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കർത്താവ് നമുക്ക് തന്നതൊരു കനേഡിയൻ വിസ അല്ല. അതാണെങ്കിൽ പിന്നെയും കളഞ്ഞേച്ച് പോകായിരുന്നു. അതിനേക്കാൾ കൂടുതൽ തരാൻ ചിലപ്പോൾ യൂസഫ് അലി വിചാരിച്ചാൽ പറ്റും. പക്ഷെ കർത്താവ് നമുക്ക് തന്നതാ മറ്റാർക്കും തരാൻ പറ്റാത്ത ഒന്നാ. അത് എന്റെ കർത്താവിന് മാത്രമേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. എനിക്ക് എങ്ങനെയാ കർത്താവിനെ വിട്ടിട്ട് പോകാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വേരൂന്നണം. ദൈവത്തിന്റെ സ്നേഹം ക്രൂശിൽ തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി ബലിയാക്കപ്പെട്ട, എന്നെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ വൈകൃതമായി തീർന്ന ആ ദൈവ സ്നേഹത്തെ നോക്കിയിട്ടാണ് ഞാൻ ക്രിസ്തീയ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഏത് വേരൂന്നണം? ദൈവം തന്നതുമല്ല, തരാൻ പോകുന്നതുമല്ല, പീഡന നിമിത്തമല്ല, സന്തോഷ നിമിത്തമല്ല, സങ്കട നിമിത്തമല്ല, കഷ്ടത നിമിത്തമല്ല, ക്രൂശ് നിമിത്തം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ പ്രസംഗിക്കുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, വിശ്വസിക്കുന്ന നമുക്കോ നമ്മളാക്കിയത് ആ ദൈവത്തിന്റെ ക്രൂശല്ലേ? ആ ക്രൂശ് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് ഇന്നിവിടെ വന്നിരിക്കാൻ പറ്റുമായിരുന്നു? ഓ, നരകത്തിന്റെ അടിത്തട്ടിന്റെ യോഗ്യനായിരുന്ന നമ്മെ ഇത്ര വലിയ പദവി നമുക്ക് തന്നല്ലോ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 3, ദൈവത്തിന്റെ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? വേരൂന്നണം. 4, 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിക്കണേ. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 പത്രോസ് 1:10. ആ, കണ്ടോ? അവരെല്ലാം വിളിക്കുന്ന പദപ്രയോഗം എന്നാ? സഹോദരന്മാരെ, സഹോദരന്മാരെ. ആ,
നിങ്ങൾ ഓരോ ദിവസവും മേക്ക് ഷുവർ ചെയ്യേണ്ട, ഉറപ്പ് വരുത്തേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ വിളി എങ്ങോട്ടേക്കാണെന്ന് എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. വിളി എങ്ങോട്ടേക്കാ? എങ്ങോട്ടേക്കാ? ചിലരൊക്കെ ഇരിപ്പ് കണ്ടിട്ട് എങ്ങോട്ടേക്കാ പോകുന്ന ഒരു പിടുത്തവും ഇല്ലാതിരിക്കുക. പണ്ട് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉപദേശി സാർ എപ്പോഴും പറയുമായിരുന്നു, അപ്ലൈ നോ റിപ്ലൈ, അപ്ലൈ ടു ബൈബിൾ സ്കൂൾ. ഒരിടത്തും കിട്ടിയില്ലേ നേരെ എങ്ങോട്ട് വിട്ടേക്കണം? സോദരം, നമ്മുടെ വിളി എങ്ങോട്ടേക്കാ? 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 ഒന്ന് പറഞ്ഞേ, കൺഫസ് ചെയ്തേ അല്ലേ? എങ്ങോട്ടേക്കാ? സ്വർഗീയ വിളി. അതൊരു അമേരിക്ക കൊണ്ട് തീരരുത്, അതൊരു UK കൊണ്ട് ഒതുങ്ങരുത്, അതൊരു ബിസിനസ് കൊണ്ട് തീരരുത്. ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം, വണ്ടി വല്ലതും മാറിപ്പോയോ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ചില ഉള്ളികൾ ഈ വണ്ടി കയറി ടിക്കറ്റ് എടുത്ത് ഇരുന്ന് എന്ത് ചെയ്യും? അവരെ കുറിച്ച് യൂദായുടെ ലേഖനത്തിലും 2 പത്രോസ് ലേഖനം 2 ഒരു വചനമുണ്ട്, സ്വപ്നാവസ്ഥയിലായി. എന്തിനാ കയറിയെന്ന കാര്യം, ആവശ്യമില്ലാത്ത എല്ലാ അഴുക്കിനകത്തും പോയി ചാടുക. കർത്തൃത്വത്തെ നിന്ദിക്കുന്നു, ജഡത്തെ മലിനമാക്കുന്നു, മഹിമകളെ ദുഷിക്കുന്നു. കാരണം ഇവര് എങ്ങോട്ട് പോകാനുള്ള കാര്യമാണെന്ന് എന്ത് ചെയ്തു? 5 സെന്റ് സ്ഥലത്തിന് വേണ്ടിയോ ഒരു കൊച്ചു കാറിന് വേണ്ടിയോ, ഇവിടെ ദൈവം ഇതൊക്കെ ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ അതൊക്കെ നടക്കട്ടെ, നല്ല കാര്യം, ഇതൊന്നും പാവമാണെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനൊന്നിനും വേണ്ടിയിട്ട് നിങ്ങളുടെ വിളി നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ പരമവിളിയുടെ ലാക്കിലേക്കാണ് ഓടുന്നത്. അതിലേക്ക് ഓടുന്നവർ ഒരു കാര്യം ഓർത്തോണം, പിൻപിലുള്ളതിനെ എന്ത് ചെയ്യണം? മുൻപിലുള്ളതിനെ ആയണം. ഈ ഉപവാസപാത്രത്തിലേക്ക് കഴിയുമ്പോൾ ആയം എന്ത് ചെയ്യണം? ചിലൊക്കെ ഓടി ഓടി ഇപ്പം ഓടാൻ വയ്യാതെ ഇരിക്കുക. അല്ല, കാലേ പറഞ്ഞ പോലെ പറയണം, എനിക്ക് വയസ്സ് 80 ഉണ്ടെങ്കിലും ആ മലയും കൂടി ഇങ്ങത്താ, എനിക്ക് ആരോഗ്യമുണ്ട്. നമ്മുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും നമ്മുടെ അകമേ ഉള്ളവനോ നാൾക്ക് നാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ റിന്യൂ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. അപ്പോ നിങ്ങളുടെ വിളി എങ്ങോട്ടേക്കാന്ന കാര്യം എന്ത് ചെയ്യരുത്? മറന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, ഞാൻ ഇപ്പൊ പോകുന്നത് സ്വർഗത്തിൽ പോകാനുള്ള പരുവത്തിലാണോ? ഇന്ന് രാവിലെ എത്ര കള്ളം? സിനിമ കണ്ടോ? പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് 21 ദിവസത്തേക്ക് സിനിമയും ഇല്ല, ഡിഷ് ഓഫ് ചെയ്തിട്ടേക്കുക. ഇനി വരുന്ന പ്രവാചകന് പോലും വെളിപ്പെട്ടാലോ പേടിക്കണ്ട, ഇപ്പൊ വരുന്ന പ്രവാചകന്മാർക്കൊന്നും ഇത് വെളിപ്പെടുത്തില്ല. പണ്ടൊക്കെ സഭയിൽ, ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒരു പ്രവാചകം, അയ്യോ, ഈ മരണവെപ്രാളെന്നൊക്കെ പറയുന്നത് എന്താണെന്നാണ് ഞാൻ മനസ്സിലാക്കി. ഈ പ്രവാചകം വന്ന് ഈ 6ാം ക്ലാസ്സുകാരൻ്റെ കയ്യിലിരിക്കുന്ന കുസൃതിയും കള്ളത്തരവും ഒക്കെ എൻ്റെ കയ്യിലും ഉണ്ട്. സ്തോത്രം. ഇന്നത്തെ 6ാം ക്ലാസ്സുകാരനല്ല കേട്ടോ. ഇന്നത്തെ 6ാം ക്ലാസ്സുകാരൻ നല്ല പസ്കോളിറ്റി ആയിട്ട് സകല വിളച്ചിലും എന്ത് ചെയ്ത് കഴിഞ്ഞു? ഭയങ്കര ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആണ്. അതാ ഞാൻ അവര് പറഞ്ഞു. അപ്പൊ ഈ എൻ്റെ അടുത്തിരുന്ന നിരയിൽ ഓരോരുത്തരായിട്ട് തൊട്ട് പ്രവാചകൻ പറയാൻ തുടങ്ങി, നീ ഇന്ന ക്ലാസ്സിൽ ഇത്രാമത്തെ ബെഞ്ചിൽ ഇത്രാമതിരിക്കുക, നിനക്ക് ഇന്ന ആളുമായിട്ട് ഇന്ന പോലെ എന്തോ ഉണ്ട്. പ്രവാചകൻ ചോദിച്ചു, അടുത്ത ഞാൻ പറയണമെന്ന് വെച്ചാൽ അവൻ പറഞ്ഞ് പറയണ്ട, ഞാൻ മാനസാന്തരപ്പെട്ടത്. ഞാൻ അപ്പുറത്ത് വീണ് കിടക്കുക. എന്നാന്നറിയാമോ? എൻ്റെ പാപം ഒന്നും ദൈവം എന്ത് ചെയ്യരുത്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, അന്ന് വൈകിട്ട് രാവിലെ ഉള്ളതിന്റെ പകുതി താഴെ ആളെ ഉള്ളായിരുന്നു. ഇന്ന് രാവിലെ പ്രവാചകൻ വന്നാലോ? സ്തോത്രം, സ്തോത്രം. പാപം ചെയ്തവന് ഉളുപ്പില്ലാതെ പോയി നിൽക്കുക പ്രാർത്ഥിക്കാൻ, അകൃത്യഹേതുവും വെച്ചോണ്ട്. കാരണം പ്രവാചകൻ പ്രാർത്ഥിച്ചാലും ഗുണമുള്ളതൊക്കെ പറയുള്ളൂ, ഗുണം വരുത്താനുള്ളതൊന്നും എന്ത് ചെയ്യത്തില്ല. ഈ പല പ്രവചനങ്ങളെയും വ്യാഖ്യാനിക്കാൻ നമ്മൾ ഒത്തിരി ഒന്നും പരതണ്ട. നമ്മൾ എന്തുവാണെന്ന് നമുക്കറിയാമല്ലോ, നമ്മളെ നമുക്കറിയാമല്ലോ. സ്തോത്രം. അപ്പൊ ഈ പല ദൂതുമായിട്ട് നമുക്ക് യാതൊരു ആയുസ് കരയാത്ത പുള്ളിയോടാ പറയുന്നത്, നിന്റെ കണ്ണുനീര് ദൈവം കണ്ടു. കണ്ണ് കുത്തി പൊട്ടിച്ചാൽ ഒരു തുള്ളി കണ്ണീര് എന്ത് ചെയ്യത്തില്ല. എല്ലാമല്ല, ചിലതിന്റെ കാര്യം പറയും. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, വിമർശനത്തെക്കാൾ വിവേചനം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ മടങ്ങി വരിക. അപ്പൊ ഓരോ ദിവസവും നമ്മുടെ വിളി എങ്ങോട്ടേക്കാണെന്ന കാര്യം എന്ത് ചെയ്യണം? നമ്മൾ എങ്ങോട്ടേക്ക് കയറിയിരിക്കുക? പാട്ടൊക്കെ പാടത്തെ, ബോട്ടിൽ ഞാൻ കയറിയിടും, പാട്ടോടെ യാത്രയ്ക്കായി കോട്ടമില്ലാതുള്ള ഈ പോക്കാന്നേ പോവൂ.
അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നേക്കുക. അമ്മാമ്മയെ തല്ലി വെച്ചാൽ വന്നിരുന്ന് ആരാധിക്കുന്നത്. വീട്ടിൽ എന്തെല്ലാം ഭാഷ പറഞ്ഞത് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അയൽവക്കക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് മാസം 6 കഴിഞ്ഞു. സഹോദരനുമായിട്ട് മിണ്ടിയിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് പറയാം വീട്ടിൽ ഞാൻ കയറിയിടുമെന്ന്. ഏത് വീട്ടില്ല? പോത്തില്ല. അസൂയ ഉള്ളവർ സ്വർഗത്തിൽ പോത്തില്ല. പിണക്കമുള്ളവർ സ്വർഗത്തിൽ. ഈ കണ്ണടച്ചുകൊണ്ട് നടക്കരുത്. വ്യാജ സുഖങ്ങൾക്ക് ചെവി വെച്ചു കൊടുക്കരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മുറിക്കുന്നെങ്കിൽ അവിടെ വീണൊന്ന് കരഞ്ഞിട്ട് അപ്പച്ച മടങ്ങി വരാൻ, മാനസാന്തരപ്പെടാൻ ദൈവം എന്നോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ വിളി എങ്ങോട്ടേക്കാന്നുള്ള കാര്യം ഒരാൾ നിങ്ങളെ പിടിച്ചു പറിച്ചോ, സ്വോത്രം ചെയ്തോ, തെളിവുണ്ട് കേട്ടോ. 1 പത്രോസ് 4 അധ്യായത്തിലുണ്ട്. നിങ്ങൾ മോഷ്ടിച്ചിട്ടോ കൊലപാതകം ചെയ്തിട്ടോ അല്ല സ്തോത്രം കഷ്ടം സഹിക്കേണ്ടത്, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവസന്നിധിയിൽ പ്രസാദമാകുന്നു. ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആരുടെയും കാശ് മോട്ടിക്കരുത്. നമ്മുടെ നിന്ന് മോട്ടിച്ചോണ്ട് പോയാലും കുഴപ്പമില്ല. നമ്മുടെ ഒത്തിരി നാൾ ഇത് എന്ത് ചെയ്യാൻ പറ്റിയല്ല. അല്പം അതിന് മാന്തി ഓർത്ത് സ്വോത്രം ചെയ്തോ, കൊണ്ടുപോട്ടെ. പുള്ളിക്ക് ഇല്ലാത്തോണ്ടല്ലേ. സന്തോഷത്തോടെ സ്വോത്രം ചെയ്യും. ഓട്ടോക്കാരൻ 10 രൂപ കൂടുതൽ മേടിച്ചു, നമ്മൾ ആശുപത്രിയിൽ എന്തോരം കളയുന്നു. കൊണ്ടുപോട്ടെ, വരാകരുത്. സ്വോത്രം. കാരണം നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാ? പറ. നാത്തൂനോട് പിണങ്ങിയിരിക്കുന്നവരോട് പറയാ സ്വർഗത്തിൽ പോകാനുള്ളവരാ. അമ്മായിമ്മയോട് പിണങ്ങി. നമുക്ക് ഈ തലയുടെ മേളിൽ കൂടെ പോകുന്ന വെടിയുണ്ടയോടാ വലിയ ഇഷ്ടം. നെഞ്ചത്ത് കൊള്ളരുത് അല്ലേ? ഈ പിള്ളേർ ഈ നാട്ടിൽ കളിക്കുന്ന ഒരു കളിയുണ്ട്, ഏറുപന്ത്. ഇവിടെ ഉണ്ടോ? ഏറുപന്ത് കളി അറിയാം. ഏറുപന്ത് കളിയിലെ എന്തുവാ അതിനകത്ത് ഒരു ടെക്നിക്ക് എന്നാ? എത്ര ഉന്നം വെച്ചെറിഞ്ഞാലും അത് എന്ത് ചെയ്യരുത്. ഇപ്പൊ സഭയ്ക്കകത്ത് മൊത്തം ഏറുപന്ത് കളിയാ. എന്നെ ഉന്നമുള്ള ദൂത് വന്നാലും നമ്മൾ പറയും മേരിയമ്മയ്ക്കുള്ളതാ കേട്ടോ. ഉയ്യോ അച്ഛൻ ഇന്ന് വന്നില്ല, അച്ഛൻ്റെ ദൂതായിരുന്നു രാവിലെ പാസ്റ്റർ. ഞാൻ ഇങ്ങനെ പറഞ്ഞേച്ചൊരു യോഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നെ ഉണ്ണാൻ വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്റർ രാവിലെ പറഞ്ഞ പോലെ കേൾക്കേണ്ട പുള്ളികൾ വന്നിട്ടില്ലെന്ന്. അപ്പോ അതിന്റെ അർത്ഥം എന്നോടല്ല. അല്ല, ദൈവത്തിന്റെ വചനം നമ്മളെ ചങ്കത്ത് കൊള്ളണം, നമ്മുടെ കാതെ കൊള്ളണം, നമ്മുടെ നെറ്റിയെ കൊള്ളണം, നമ്മുടെ ഹൃദയത്തെ കൊള്ളണം. സ്തോത്രം. നമുക്ക് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒടുക്കത്തെ നാളിൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, എന്നിൽ അസൂയുണ്ട്, എന്നിൽ പിണക്കമുണ്ട്, എന്നിൽ കോപങ്ങളുണ്ട്, എന്നിൽ ക്രമീകരണമില്ലായ്മകളുണ്ട്. ദൈവം കരുണ കാണിക്കുന്നുണ്ട് ആ തലയെ കൈവച്ച് പരസ്യപ്പെടുത്താത്ത. അത് ലൈസൻസ് ആയിട്ട് കരുതരുത്. ദൈവം തരുന്ന കരുണ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം പരസ്യമായിട്ട് നാണം കെടുത്തും. കേൾക്കുന്നുണ്ടോ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവർ, കർത്താവ് വരാൻ സമയമായി. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പോകത്തില്ല. ഇതനുസരിച്ച് ജീവിക്കണം. ഞങ്ങൾ കൂടുതൽ അടി മേടിക്കാൻ യോഗ്യത പ്രാപിച്ചിരിക്കുക. കാരണം ഈ സത്യം ദൈവം ആദ്യം ഞങ്ങളുടെ ഏൽപ്പിച്ചതുകൊണ്ട്. ഓർത്തോണം, നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാ? പറ. സ്വർഗത്തിൽ പോകാനുള്ളവരാ. എങ്ങോട്ട് പോകാനുള്ളവരാ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആർക്കെന്ത വേണം ചെയ്യണം? ആർക്കെന്ത വേണം? പഠിക്കുമ്പോൾ ആർക്കെന്ത വേണം പഠിക്കണം? ആർക്കെന്ത വേണം പഠിക്കണം? നമ്മുടെ പിള്ളേരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക, ഏതോ സ്വോത്രം ബഹിരാകാശത്തിരിക്കുന്ന പോലെ അല്ലേ? ആർക്കെന്ത വേണം പഠിക്കണം? ആർക്കെന്ത വേണം പഠിക്കണം? ജോലി ചെയ്യുമ്പോൾ ആർക്കെന്ത വേണം ചെയ്യണം? 800 രൂപയ്ക്ക് പണിക്ക് വിളിച്ചാൽ ഉടായ്പ് കാണിക്കരുത്. പുസ്തകത്തിലുണ്ട്, കൊലോസ്യ ലേഖനം 4 അധ്യായം 3 അധ്യായം വായിച്ചാൽ മതി. വേലക്കാരെ നിങ്ങൾ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് ദൃഷ്ടി സേവകളാലല്ല കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരെന്ന പോലെ ചെയ്യണം. തട്ടിക്കൂട്ട് പണി ചെയ്ത സ്വർഗത്തിൽ പോത്തില്ല കേട്ടോ. ഭർത്താവിന് കറി ഉണ്ടാക്കുമ്പോൾ ആർക്കെന്നോണം ഉണ്ടാക്കണം? അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കറിക്ക് എന്നാ ടേസ്റ്റ് ആയിരിക്കും, ചായക്ക് എന്തോ രുചിയായിരിക്കും. കർത്താവ് വീട്ടിൽ വന്നാൽ ചായ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? അത്രയും വെള്ളം ചേർക്കുകയല്ല അല്ലേ? അതുപോലെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഭാര്യമാരോട് അങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞാണല്ലോ കുടുംബജീവിതമൊക്കെ സ്വർഗമാകുകയല്ലേ. അവിടെ കർത്താവ് ഇറങ്ങി വരികയല്ലേ. നമ്മുടെ എല്ലാ ഇടയിൽ കയറി നിൽക്കേണ്ടത് കർത്താവല്ലേ. കാരണം നമ്മൾ ഇവിടെ കുറച്ച് നാളത്തേനേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തൊക്കെ കെട്ടിപ്പിടിച്ചു വെച്ചാലും ഇതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകാനേ പറ്റുള്ളൂ. കൊട്ടാരമായാലും വിട്ടേ മതിയാകും. കോട്ടയ്ക്കകത്തേക്ക് മൃത്യു വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിടാൻ പറ്റാത്ത ഒന്നിനെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്റെ വിളി ഇവിടത്തേക്കുള്ളതല്ല, എന്റെ വിളി സ്വർഗീയ വിളിയാ. ഹല്ലേലൂയ. വിശുദ്ധ വിളിയാ.
പരമവിളിയാ, നിത്യതയുടെ വിളിയാ. ഓരോ ദിവസം ഉറപ്പാക്കണം, അങ്ങോട്ടേക്ക് പോകുന്ന പോലെ അതിനെയാണോ പോകുന്നേ. 2, നിങ്ങളുടെ വിളിയും. ഇത് എഴുതുന്ന ആരാന്നറിയാമോ? ഇത് എഴുതുന്ന ആരാന്ന് ഞങ്ങളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പാസ്റ്റർ എന്നെ ബാക്കിയോടെ പറ, ആരാ എഴുതുന്നേ? ഒരിക്കൽ അവനെ വിട്ടിട്ട് പ്രാഗി പറഞ്ഞു, എനിക്കവനെ. അങ്ങനെ ഇളകിയിട്ട് ഉറച്ച ഒരുത്തനായി ദൂത് പറയുന്നു. നിങ്ങളുടെ വിളിയും. വെയിലത്ത് കുരുത്തതാ പാസ്റ്ററെ, തീ കുരുത്തത വെയിലത്ത് വാടത്തില്ല, നല്ല കാര്യം. പക്ഷെ അങ്ങനെ പറഞ്ഞേച്ചു വാടിപ്പോയൊരു മനുഷ്യനെ കൊണ്ട് പരിശുദ്ധാത്മാവ് രണ്ടാമതൊന്ന് റീറൈറ്റ് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ ഇതുവരെ ദ്രവ്യാഹിരമില്ലാതെ ശുശ്രൂഷ ചെയ്തോ, നല്ല കാര്യം. ഇതുവരെ സ്വയപ്രശംസ ഇല്ലാതെ ശുശ്രൂഷ ചെയ്തോ, നല്ല കാര്യം. പക്ഷെ ഇനി വന്നുകൂടുന്നില്ല. ഇതുവരെ വ്യഭിചാരത്തിൽ പോയില്ലേ, നല്ല കാര്യം. പക്ഷെ ഇനി വന്നുകൂടുന്നില്ല. ഇതുവരെ നിഗളിച്ചില്ലേ, നല്ല കാര്യം. പക്ഷെ ഇനി വന്നുകൂടുന്നില്ല. കാരണം വീണവർ നമ്മളെക്കാൾ ശക്തരാ, വീണവർ നമ്മളെക്കാൾ ഭക്തരാണ്. ഇതുവരെ നാം നിന്നത് ദൈവകൃപയാണ്. ആ കൃപയുടെ അളവ് ഒരു പൊടി കുറഞ്ഞു പോയാൽ ഇവരെക്കാൾ വലിയ വീഴ്ച നമുക്കുണ്ടാകും. ഇന്ന് രാത്രിയും അവനെ ആശ്രയിച്ചിട്ട് പറയണം, അപ്പാ കർത്താവേ, ഒരു ദിവസം പോലും അങ്ങയെ വിട്ട് നടക്കാൻ എനിക്ക് ഇടവരരുതേ. നിങ്ങളുടെ വിളി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, അതായത് നാം യേശുവിനെ അല്ല, നമ്മൾ കർത്താവിനെ അല്ല, കർത്താവ് നമ്മളെ എന്ത് ചെയ്തേ. അതിന്റെ അർത്ഥം തിരഞ്ഞെടുത്തവൻ ആരാണോ അവന്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ദിവസവും ഉറപ്പുവരുത്തണം, ഞാൻ ആരുടെ ഇഷ്ടം അനുസരിച്ചാ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടമാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തുന്നത്? എൻ്റെ കുടുംബ ജീവിതത്തിൽ നടക്കുന്നത് അങ്ങയുടെ ഇഷ്ടമാണോ? കർത്താവേ, എൻ്റെ ഓരോ മൊമെന്റിലും നടക്കുന്നത് ആരുടെ ഇഷ്ടമാണ്? ഇങ്ങനെ ചെയ്താൽ എന്നാ ഉപദേശി ഗുണം? അടുത്ത വാക്യത്തിലുണ്ട്. ഇങ്ങനെ ചെയ്താൽ, ശ്രദ്ധിച്ചു കേട്ടോ, ഈ അഷുറൻസ് കർത്താവിന് മാത്രമേ തരാൻ പറ്റൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരു നാളും, കഷ്ടകാലത്താകട്ടെ, പ്രലോഭനം വരുന്ന കാലത്താവട്ടെ, സുഖങ്ങളുടെ പ്രലോഭനം വരുന്ന കാലത്താകട്ടെ, സമൃദ്ധിയുടെ പ്രലോഭനം വരുന്ന കാലത്താകട്ടെ, ദാരിദ്ര്യത്തിന്റെ പ്രലോഭനം വരുന്ന, ഒരു കാലത്തും ഇടറിപ്പോകാതെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ധാരാളമായി. ഇതിലേറെ ഉറപ്പ് എന്തു വേണം? ഇത് ഞാൻ പറയുന്നത് ഒരു ഊഹാപോഹമല്ല, ഒരു സങ്കല്പമല്ല, ഒരു കെട്ടുകഥയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്ന ജീവന്റെ വചനമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറിപ്പോകാത്ത ദൈവത്തിന്റെ അരുളപ്പാടാണ് ഇന്ന് രാത്രി പറയുന്നേ. മതിൽ പണിയണം, ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കണം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നണം, വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിക്കണം. വേഗം അടുത്തൊരു ഭാഗം കൂടെ ഒന്ന് കാണിച്ച് ഞാൻ അവസാനിപ്പിക്കുക. പെട്ടെന്ന് എൻ്റെ കൂടെ വരണം. നിങ്ങൾ ദയവായി വീട്ടിൽ പോയിട്ട് ഈ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കണം കേട്ടോ. ഒത്തിരി ദൂത് പരിശുദ്ധാത്മാവിനെ കൈമാറാനുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ടത് കർത്താവ് തന്നു. എങ്കിലും വേഗം 73 സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കാലിടറാനുള്ള കാര്യം 3-ാമത്തെ വാക്യമാണ്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് എന്ത് തോന്നി? ദൈവമില്ലാതെ ജീവിക്കുന്നവരുടെ പുരോഗതി കണ്ടിട്ട് ദൈവത്തോടു കൂടെ നടക്കുന്നവൻ എന്തുപോയി. അതുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥിക്കാനും ദൈവത്തെ സേവിക്കാനും സ്നേഹിക്കാനൊന്നും പഴയതുപോലെ എന്ത് ചെയ്തില്ല, കഴിയുന്നില്ല. സ്തോത്രം. അതിനൊത്തിരി കാരണം പറയാണ്. കാരണം എന്നാന്നറിയാമോ? അവരുടെ ദേഹം തടിച്ച്, അവരുടെ കണ്ണ് വായിച്ചാൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചിരിക്കാനുള്ള കാര്യം അതിനകത്തുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പരാതി തനിക്കെന്തു വേണമെന്ന്, തനിക്കെന്തില്ല എന്നുള്ളതല്ല, അവർക്ക് എന്തുണ്ടെന്നുള്ളതാണ്. നമ്മുടെ പലരുടെയും പ്രാർത്ഥന ഏറെക്കുറെ ഇതുപോലെ. നമുക്കെന്ത് വേണമെന്നുള്ളതല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവർക്കെന്ത് അത് നമ്മുടെ വിഷയമല്ല. നമുക്കെന്ത് വേണമെന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് പറഞ്ഞ് എവിടെയോ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി കേട്ടോ. ദൈവിക ഇടപെടൽ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ കാര്യം അത്ര ശരിയല്ല. അപ്പൊ അവസാനം അദ്ദേഹത്തിന്റെ തോന്നൽ 13-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ഇപ്പോഴത്തെ വെളിപ്പാട് എന്നാ? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക്
വിശുദ്ധ ജീവിതം വേണമെന്ന് തന്നെയല്ലേ ഇപ്പോഴത്തെ വെളിപ്പാട്. പക്ഷെ ഇന്നലെ തോന്നി ഇതി വലിയ അങ്ങനെ ഇടർ നിൽക്കുമ്പോഴാ വിശുദ്ധ ജീവിതം ഇല്ലേലും ദൈവം ഉപയോഗിക്കുന്ന 2 പ്രസംഗം കൂടെ ചാനലിൽ കേട്ടപ്പോൾ ഉറപ്പിച്ചു. ഈ കാലിടറി നിൽക്കുമ്പോഴാണ് കർത്താവിനെ വിട്ടിട്ടോടാനുള്ള കൂടുതൽ സാധ്യതകൾ സാത്താൻ തുറന്നു വെക്കുന്നത്. കാരണം സാത്താനെ പോലെ ഇത്ര ടൈമിംഗ് ഉള്ളൊരു പാർട്ടി വേറെ ഇല്ല. നമ്മുടെ വിശപ്പാർക്കറിയാം. നമ്മുടെ കണ്ണ് വിശക്കുമ്പോൾ കണ്ണിന് പറ്റിയ പാപം നിങ്ങളുടെ കയ്യിൽ തരും. നമ്മുടെ ചെവി വിശക്കുമ്പോൾ ചെവിക്ക് പറ്റിയ പാപം എത്തിക്കും. നമ്മുടെ കൈ നമ്മുടെ അവയവങ്ങളുടെ വിശപ്പ് നമ്മെ പോലെ ആർക്കും അറിയാം, സാത്താനും. അപ്പൊ തനിക്ക് തോന്നുകയാണ് ഞാൻ ഇങ്ങനെയൊന്നും എന്ത് ചെയ്യണ്ടായിരുന്നു, ജീവിക്കണ്ടായിരുന്നു. ഇങ്ങനെ ജീവിച്ചിട്ടും എനിക്ക് എന്താ ഗുണം? 14-ാം വാക്യം, ഞാൻ ഇടവിടാതെ എന്റെ ഭാഷയെ പറയാം, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പിന്നെ ഞാൻ എന്തിനായി പോന്നേ? ഞാൻ അവിടെ നിന്ന് വർഷിപ്പ് ചെയ്തേച്ച് വന്നേച്ച് പിന്നെ എത്ര ഗുളിക എടുത്തിട്ടാ നിൽക്കുന്നതെന്നുള്ള കാര്യം. ഇതൊക്കെ പറയുമ്പോ എവിടോ ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. 15-ാമത്തെ വാക്യം. അയ്യോ, അപ്പൊ സംസാരിച്ചില്ലേ? ഈ പറഞ്ഞ കാര്യമൊന്നും സംസാരിച്ചില്ല. എന്റെ കൂടെ ഒന്ന് വന്നേ. കാലിടറിയ ആ മൈന്യൂട്ട് ഗ്യാപ്പിൽ അകത്ത് BP കൂടിയിട്ട് ചിന്തിച്ചു കൂട്ടിയ സാധനം ഇത്രയും. ഇപ്പൊ ഒരു ആശ്വാസം തോന്നുന്നു. എന്നെ ആശ്വാസം? ദൈവമേ, ഈ അകത്ത് തോന്നിയ സാധനം ഒന്നും മനസ്സിലാക്കി പറ. നമുക്ക് പിന്നെ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം അകത്ത് തോന്നുന്ന എല്ലാം പറയുന്നുണ്ടല്ലോ. സഭയെ പറയത്തില്ലെന്നേ ഉള്ളൂ, വീട്ടിൽ പോയാൽ പറയും. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, നമ്മുടെ ചിന്തയ്ക്ക് വല്ല ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ ചേറിന്റെ അടുത്തിരിക്കുന്ന പുള്ളി നാളെ ഇരിക്കുമോ? എന്റെ പൊന്നു കർത്താവ്, എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ചിന്തയ്ക്ക് എങ്ങനെ ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ ഇതിനു മുമ്പ് നമ്മളെ കല്ലെറിഞ്ഞു ഓടിച്ചേനെ അല്ലേ? പക്ഷെ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് ദൈവം ന്യായം വിധിക്കുന്നത് അല്ലേ? അതെ. അകത്ത് ചിന്തിച്ചു, പക്ഷെ എപ്പോഴോ കർത്താവ് ഒരു കൊട്ടു കൊടുത്തു. ഞാൻ പരമാവധി ലളിതമാക്കാൻ ശ്രമിക്കുക കേട്ടോ. അന്നേരം എനിക്ക് മനസ്സിലായി, അയ്യോ, ഞാൻ ഇതെങ്ങാനും സംസാരിച്ചിരുന്നെങ്കിൽ. സംസാരിച്ചാൽ എന്നാ അപകടം? സംസാരിച്ചാലുള്ള അപകടം അവിടെ എഴുതുക. എന്നാ ശ്രദ്ധിച്ചോ? എന്റെ മക്കളെന്നല്ല പറഞ്ഞേ. ഉത്തരവാദിത്തം മറക്കരുത്. ദൈവം നമ്മുടെ തന്ന പിള്ളേരുണ്ടല്ലോ, അത് നമ്മുടെ പിള്ളേരല്ല. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഉത്തരവാദിത്വം അവരെ ആരാക്കണം? ദൈവമക്കളാക്കണം. നമ്മൾ അവരെ ഇവിടെ എന്തെല്ലാം ആക്കിയാലും കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റിയല്ല. അവരെ ദൈവമക്കളാക്കുന്ന പ്രക്രിയ നമ്മൾ വിജയിക്കണം. എന്റെ പ്രാർത്ഥന, കർത്താവെ, ഞാൻ നിർത്തുന്നിടത്തുനിന്ന് എന്റെ പിള്ളേർ തുടങ്ങണം. എന്നേക്കാൾ ഉപവസിക്കുന്നവരായി അവർ മാറണം. എന്നേക്കാൾ വചനം പറയുന്നവരായി അവർ മാറണം. എന്നേക്കാൾ ശക്തമായി അവർ സുവിശേഷം പറയണം. എന്നേക്കാൾ ശക്തമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ കൊടുക്കണം. ഞാൻ നിർത്തുന്നിടത്തുനിന്ന് എന്റെ തലമുറ എഴുന്നേറ്റ് വരണം. അങ്ങനെയല്ലേ പുസ്തകം പറയുന്നത്? യെശയ്യാ 59 പറഞ്ഞ, നിന്റെ നാവിലുള്ള എന്റെ വചനവും നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ സന്തതിയുടെ മേലും സന്തതിയുടെ മേലും പകരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പോസ്തലർ 21 പൗലോസ് ഒരു വീട്ടിൽ ഉറങ്ങാൻ വന്നു. കൈസരിയ വന്നപ്പോ ഒരു ഉപദേശിയുടെ വീട്ടിൽ, ഒരു സുവിശേഷകന്റെ വീട്. സ്തോത്രം. വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ, അൾട്രാമോഡ് കിച്ചണും ഇല്ല. സ്തോത്രം. ഒരു സംവിധാനം അവിടെ ഇല്ല. പക്ഷെ അവിടെ എന്തുണ്ടെന്ന് അറിയാമോ? അവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, ഫിലിപ്പോസിന് പ്രവാചകിമാരായ ഒരാഴ്ച മുഴുവൻ ഈ പുസ്തകം ചുമന്നുകൊണ്ട് നടന്നതാണ്. ശമര്യയിൽ ഉണർവ് നടന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഗസയ്ക്ക് പോകാൻ. ഗസയിൽ ഉണർവ് നടന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു അസ്തോദി പോകാൻ. അസ്തോദിയിൽ നിന്ന് നേരെ കൈസരിയ വന്നപ്പോൾ പഴയതുപോലെ ഓടാനുള്ള ബലവും കൃപയൊന്നും സമ്പാദിച്ചില്ല. 4 പെൺകൊച്ചുങ്ങൾ പുരനിറഞ്ഞു നിൽക്കുക. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവ് ഒരു വാക്യം കോറിയിട്ട് വെച്ചു. അവനുണ്ടായിരുന്ന 4 മക്കളുടെ ഗുണവത്തത. 4 പ്രവാചകിമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അവിടെ ഇല്ലാത്ത ഒന്ന് അവിടെ ഉണ്ട്. എന്നാന്നറിയാമോ? ഫിലിപ്പോസിന്റെ 4 പിള്ളേര് പ്രവാചകിമാര് മാത്രമല്ല, കന്യകമാര് കൂടായിരുന്നു. ഒരു ദൂത് ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിന്റെ നിയോഗത്തെ ലാഭയിച്ച കൂടാതെ ചുമന്നാൽ നിങ്ങളുടെ തലമുറയുടെ വിശുദ്ധി ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ തലമുറ കറ പിടിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ തലമുറ അശുദ്ധിയിലേക്ക് കൈനീട്ടാൻ ദൈവം അനുവദിക്കില്ല. ദൈവം എന്തു വില കൊടുത്തും അവരെ സൂക്ഷിക്കും. അപ്പൻ നിർത്തിയെടുത്ത് തുടങ്ങാൻ അപ്പനേക്കാൾ മുറിച്ചുള്ള പിള്ളേർ വീട്ടിലുണ്ട്.
എത്ര ഒരു അനുഗ്രഹമാ! എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ തലമുറകൾ വീണ്ടും ജനിക്കണം? എത്ര പേര് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ തലമുറകൾ അഭിഷേകം പ്രാപിക്കണം, ഞങ്ങളുടെ തലമുറകളിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കണം, ഞങ്ങളുടെ തലമുറകളിൽ പ്രവാചകിമാർ എഴുന്നേൽക്കണം, ഞങ്ങളുടെ തലമുറകളിൽ സുവിശേഷകന്മാർ എഴുന്നേൽക്കണം, ഞങ്ങളുടെ തലമുറകൾ ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ എഴുന്നേൽക്കണം. പുഴുക്കുത്തു പിടിച്ച തലമുറയെ ദൈവത്തിനായി നേടാൻ അഭിഷേകമുള്ളൊരു തലമുറയുടെ കൂട്ടത്തിൽ ദൈവം ഞങ്ങളുടെ തലമുറയെ എഴുന്നേൽപ്പിക്കണം. അദ്ദേഹം പറയാ, ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാൻ ഇതെങ്ങാനും സംസാരിച്ചിരുന്നെങ്കിൽ ഇതാര് കേൾക്കുമായിരുന്നു? ആര് കേൾക്കുമായിരുന്നു? നിന്റെ മക്കൾ. എൻ്റെ മക്കളല്ല. ഞാനൊരു സങ്കടം പറയട്ടെ, ദൈവത്തിന്റെ മക്കളാകേണ്ട പലരും ഇപ്പോഴും നമ്മുടെ മക്കളായി തുടരുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴോ കാലിടറിയ നിമിത്തം നമ്മൾ വീട്ടിലിരുന്ന് പുലമ്പിയ ആത്മീയതയുടെ നെഗറ്റീവ് തലമുറ കേട്ടു. അത് വരുത്തിയ അപകടം എന്നറിയാമോ? നമ്മുടെ തലമുറയുടെ നിത്യതയ്ക്ക് അറവുകത്തിയായി. ഞാൻ പറയുന്നു, ഈ ദൂത് എഴുതി വെച്ചിരിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മക്കളുടെ തലമുറയോട് ഞാൻ എന്തു ചെയ്യുമായിരുന്നു? നമ്മൾ മക്കളോട് ചെയ്യുന്ന ദ്രോഹം എന്നാന്നറിയാമോ? അവർക്ക് സ്തോത്രം വിദേശ പഠനം ഒരുക്കി കൊടുക്കാത്തതല്ല, അവർക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാത്തതല്ല, അവർക്ക് നല്ല ഉടുപ്പും ജീവിത സൗകര്യവും മേടിച്ചു കൊടുക്കാത്തതല്ല. അവരോട് നമ്മൾ ചെയ്യുന്ന അതൊക്കെ താൽക്കാലികമാ. ദൈവത്തിന് കരുണ തോന്നിയാൽ ഇതൊക്കെ പിന്നെയാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കിട്ടാം, സ്തോത്രം. പക്ഷേ നമ്മൾ തലമുറയുടെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്നറിയാമോ? നമ്മുടെ വാക്കുകളിൽ നിന്ന് അടർന്നു വീഴുന്ന മൈനസുകൾ നിമിത്തം നമ്മുടെ തലമുറയുടെ നിത്യതയെ നമ്മൾ അറുക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പറയത്തില്ലേ, എന്നാ ചെയ്യാനാ, നമ്മൾ ഈ പുസ്തകം എടുത്തില്ലേ മക്കളെ, അല്ലേ ഞാനിപ്പോ നമുക്കിപ്പോ നിങ്ങൾ 600 മംഗലക്കാർ ഡീസന്റാ. നമ്മൾ അങ്ങനെ ഒരു പദം ഇന്നേ വരെ വൊക്കാബുലറിയിൽ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. പുസ്തകം എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോ അവന് കാണിച്ച നമ്മൾ ബന്ധക്കോസാരായി പോയില്ലേ മക്കളെ, പെട്ടുപോയെന്ന് അവരൊക്കെ പറയുന്നു. അല്ലെ കാണിച്ച, എനിക്കറിയാം പഴയ ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങ് ചെന്നേനെ. അപ്പൊ കൊച്ചുങ്ങൾ അവിടെ നിന്നോട് ചിന്തിക്കും, പപ്പ അങ്ങനെ ആയതുകൊണ്ടല്ലേ പോകാൻ പറ്റാത്തേ, അപ്പൊ നമുക്ക് അങ്ങനെ ആകാതിരുന്നാ പോകാലോ. ഞാൻ സങ്കടത്തോടെ പറയുന്നു, നമ്മുടെ തലമുറയുടെ നിത്യതയിൽ അറിവ് കത്തി വെച്ചതിൽ നമുക്കൊരു പങ്കുണ്ട്. കരഞ്ഞു. കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ എന്നെ ചൊല്ലിയല്ല, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കര. കരയേണ്ട സമയം അതിക്രമിച്ചു. കരയേണ്ട സമയം, നമ്മുടെ കാലശേഷം പള്ളികൾ പൂട്ടിക്കിടക്കുന്ന ഒരു രംഗം വരാൻ പോവുക. അടുത്ത തലമുറയില്ലാതെ ആലയങ്ങൾ ശൂന്യമായി കിടക്കുക. പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളെക്കാൾ ഭുജവീര്യത്തോടുകൂടെ എഴുന്നേക്കണപ്പാ. ഞങ്ങൾക്ക് ഒറ്റ കൊതിയുള്ളൂ, ഞങ്ങൾ കൊണ്ട് തീർന്നു പോകുന്ന ഒരു ആത്മീയതയല്ല, ഞങ്ങളിൽ നിന്ന് കത്തിപ്പടരുന്ന, ഞങ്ങളിൽ നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീക പൈതൃകം ഉണ്ടാകണം. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ നിരൂപിച്ചിരുന്നെങ്കിൽ നിന്റെ മക്കളുടെ തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യുമായിരുന്നു. സ്തോത്രം. ഇത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് എന്ത് തോന്നി? പ്രയാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എനിക്ക് ദുഷ്ടനായിട്ട് ജീവിക്കണോ, നീതിമാനായിട്ട് ജീവിച്ചേച്ച് കിട്ടാവുന്ന അടിയെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുക. ദുഷ്ടനാണെങ്കിൽ ഒരു കുഴപ്പവും, അത് ശരിയല്ല, തോന്നല, പ്രാഥമികമായ തോന്നല. അപ്പൊ കൺഫ്യൂസ്ഡായി. അങ്ങനെ പെട്ടെന്ന് വിശുദ്ധ ജീവിതമൊന്നും കളഞ്ഞു. കാരണം ഇത്ര നാളായിട്ട് എവിടെ നിന്നതാ? കൈപ്പുള്ള വെള്ളം കുടിച്ചാലും അങ്ങനെയൊക്കെ പാടി നടന്ന പെട്ടെന്ന് അങ്ങോട്ട് വിശുദ്ധിയിൽ നിന്ന് പോകാനൊരു മനസ്സ്. നിനക്ക് പ്രയാസമുള്ള കാര്യം യാക്കോബ് ലേഖനത്തിൽ വായിച്ചില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്കൊരു പ്രാർത്ഥനപ്പായ ആവശ്യമാണ്. നിനക്ക് ഉയരത്തിലെ ജ്ഞാനം ഗ്രഹിക്കാൻ പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ എവിടെ ചെന്നു? വരണം. പ്രയാസമുള്ള കാര്യം വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കുകയല്ല, കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ വചനം ധ്യാനിക്കണം, കൂടുതൽ ഉപവസിക്കണം, കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കണം. ഞാൻ ഒടുവിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. എനിക്ക് ഇനി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്തൊരു ഉത്തരം കിട്ടിയേ. കാര്യങ്ങൾ ശരിയായി കാണണമെങ്കിൽ ആരുടെ കണ്ണിൽ കൂടെ നോക്കണം? നമ്മുടെ പല ശരികളും ശരിയല്ലെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. അന്നേരം ദൈവം ഒരു പിക്ചർ കാണിച്ചു കൊടുത്തു. എന്തായിരുന്നു പിക്ചർ? വായിച്ചേ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരാമോ? സമയം തീരുന്നു കേട്ടോ. എങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ എന്നെ ഒന്ന് സഹിക്കണേ, ഞാൻ അവസാനിപ്പിക്കാം. ഈ ദൈവത്തിന്റെ സന്നിധി വന്നപ്പോൾ നോട്ടം മാറി.
ഇത്രയും നേരം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണേ. ഇത്രയും നേരം നോക്കിയത് എങ്ങോട്ടാ? തടിച്ചുരുണ്ട കണ്ണും ഉന്തി നിൽക്കുന്ന കണ്ണും തടിച്ചുരുണ്ട ശരീരവും സ്തംഭമുള്ള നാവും. ഇത്ര നേരം മേപ്പോട്ടാ നോക്കി. കർത്താവിന്റെ സന്നിധി വന്നപ്പോ കർത്താവ് പറഞ്ഞു, ഇതിന്റെ മൈലേജ് എത്രയുണ്ടെന്ന് നോക്കടാ. അന്നേരം കീഴ്പോട്ട് നോക്കിയപ്പോഴാണ് ഇതെവിടാ നിൽക്കുന്നേ? വഴുവഴുപ്പിലൂടെ പോയിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ചവിട്ടിയപ്പോ തെന്നിയില്ലെന്നേ ഉള്ളൂ. അടുത്ത ചവിട്ടിൽ ഉറപ്പായിട്ട്. ഓ, ഇത് കണ്ടപ്പോഴാ എന്റെ പൊന്നു കർത്താവേ, ഈ വഴുവഴുപ്പിലെ ദുഷ്ടന്റെ അഭിവൃദ്ധി കണ്ടിട്ടാ എന്റെ ദൈവത്തോട് ഞാൻ എന്ത് ചെയ്തേ? ഇടറി. ഇത് കണ്ടപ്പോഴത്തേന് തന്റെ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു. 21 ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ ദൈവസന്നിധി വന്ന നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യങ്ങളെല്ലാം ആത്മാവ് കുത്തി തകർക്കും. കുത്തി കഴിഞ്ഞപ്പോ സ്റ്റഫ് ഉടഞ്ഞു. എന്റെ ആ കാഠിന്യം എന്ത് ചെയ്തു? ഉടഞ്ഞപ്പോ എന്റെ സംസാര രീതി മാറി. കേട്ടോ കേട്ടോ, ഉപദേശി വിളിച്ചായിരുന്നെങ്കിൽ അടുത്ത മെയ്ക്ക് മുമ്പ് ട്രാൻസ്ഫർ ആക്കിയേനെ. പക്ഷെ അകത്ത് ഈ ദൂത് കൊണ്ടു കഴിഞ്ഞപ്പോ ഹൃദയഭിത്തി പൊട്ടിയപ്പോ താൻ വിളിക്കുക. യോബിന്റെ ഭാര്യയെ വിളിച്ചതുപോലെ ഇപ്പൊ ആസാപ്പ് തന്നെ കുറിച്ച് പറയാം, ഞാൻ ആരാ? ഞാൻ പൊട്ടത്തരമാണല്ലോ ചെയ്തത്. ഞാൻ പൊട്ടനും. എനിക്ക് ദൈവസന്നിധി വന്നാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ ഒന്നും അറിയാത്തവനും. ഒന്നൂടെ ഞാൻ ആരെപ്പോലായിരുന്നു? പൊട്ടനും ഒന്നും അറിയാത്തവനും. അത് 49 സംഘത്തിൽ കിടപ്പുണ്ട്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ നശിച്ചു പോകുന്ന വിവേകമില്ലാത്തവരുടെ ഹൃദയം ഇരുണ്ടുപോയി അല്ലെ? ജ്ഞാനികളെന്ന് പറഞ്ഞവർ മൂഢരായി. അപ്പൊ ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിക്കുന്നതിന്റെ പേരമാണ് വിവേകമില്ലായ്മ. അപ്പൊ അതേ പറയാ, എന്നാൽ എനിക്ക് മൃഗത്തിനും തമ്മിൽ യാതൊരു, ഞാൻ അതുപോലാണല്ലോ നിനക്കെതിരെ ആക്രോശിച്ചത്. ദൈവം ഈ വഴുവഴുപ്പിൽ നിൽക്കുന്ന ദുഷ്ടന്റെ പച്ചപ്പ് കണ്ടിട്ടാണല്ലോ ഞാൻ എൻ്റെ ദൈവത്തോട് പെറുപെറുത്തത്, ദൈവത്തിൽ നിന്ന് പിൻവലിഞ്ഞ് നടന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ സ്തോത്രം, അദ്ദേഹം ഇപ്പോഴും ദൈവത്തോട് പറയാം. 23-ാമത്തെ വാക്യം, എന്നിട്ടും. അതിന്റെ അർത്ഥം ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് നിന്റെ അടുക്കൽ ഇരിക്കുന്നതിന്റെ കാര്യം എന്റെ ഗുണം കൊണ്ടല്ല. നമ്മൾ പാട്ട് പാടും, ചെയ്വതിൽ അവൻ നമ്മളിപ്പോ ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ഗുണം കൊണ്ടല്ല. ആരുടെ ഗുണം കൊണ്ടാ? അടുത്ത വാക്കിൽ അതുണ്ടല്ലോ. ശ്രദ്ധിച്ചോ, ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണേ. എന്റെ കൂടെ വരണം. ഈ നമ്മുടെ പിള്ളേരൊക്കെ ഈ നടന്ന് പഠിച്ചു കഴിയുമ്പോ ഈ അവർക്കൊരു തോന്നലുണ്ട്, ആരെങ്കിലും എന്നെ പിടിക്കാതിരുന്നാൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യും. പക്ഷെ നമുക്കറിയാം 10 ചുവട് നടന്നാൽ താഴെ വീഴും. ഈ പോക്ക് പോയാൽ ഉറപ്പായിട്ട് അല്ലെ? അങ്ങനെ അറിയാവുന്ന അപ്പന് അല്ലെങ്കിൽ അമ്മ ഈ കൊച്ചിന് ഇഷ്ടമില്ലേലും അവരെ അങ്ങ് മുറുക്കെ എന്ത് ചെയ്യും. ഈ കൊച്ച് നമ്മളെ പിടിക്കുന്നത് നമ്മൾ കൊച്ചിനെ പിടിക്കുന്നത് തമ്മിൽ എന്തോ ഉണ്ട്. കൊച്ച് നമ്മളെ പിടിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പിടിക്കും അല്ലെ? നമ്മൾ പിള്ളേരെ പിടിച്ചാലോ എങ്ങനെ പിടിക്കുന്നത്? എങ്ങനെ പിടിക്കും? ഈ തണ്ടയ്ക്കായിരിക്കും പിടിക്കുന്നത് അല്ലെ? അവര് വിടാൻ വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റിയല്ല. എന്നോടുണ്ടോ? 73 സങ്കീർത്തനക്കാരൻ പറയുക, ഈ 1-ാമത്തെ വാക്യത്തിൽ ഇടറിയിട്ട് വഴുതിയതാണ്. ഇപ്പോഴും ഇതിനകത്ത് നിൽക്കുന്നതിന്റെ കാര്യം ഞാൻ നിന്നെ പിടിച്ചോണ്ടല്ല, വഴുതിയ എന്നെ കളയാതെ പിടിക്കാൻ നിനക്കെന്നോട് പ്രീതി തോന്നിയത് കൊണ്ടാ. എന്റെ ഗുണം കൊണ്ടല്ല, നിന്റെ ഗുണം കൊണ്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ചില പിള്ളേർ തെന്നിയാലും വീഴത്തില്ല, കാരണം ഈ പിടിച്ചിരിക്കുന്ന കൈക്ക് അറിയാം ഈ കാല് തെന്നിയെന്ന്. അന്നേരം ആ കൈ ഒന്നുകൂടെ എന്ത് ചെയ്യും? നമ്മളിവിടെ നിന്നത് നമ്മൾ അവനെ പിടിച്ചതിന്റെ ബലത്തിലല്ല. നമ്മൾ തകർന്നിട്ടും പിന്മാറിയിട്ടും നമ്മളെ വിടാതെ പിടിക്കാൻ അവന് നമ്മളോട് സ്തോത്രം ചെയ്യാമോ? ഇപ്പോൾ അവന്റെ കണ്ണ് മേളിലോട്ട് നോക്കി, എന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കുക. എന്നിട്ട് ചോദിക്കുക, സ്വർഗത്തിൽ എനിക്ക് ഇപ്പൊ സ്വർഗത്തിൽ ഞാൻ നോക്കുന്നത് പളുങ്കുകടലല്ല. ഇപ്പൊ സ്വർഗത്തിൽ ഞാൻ അന്വേഷിക്കുന്നത് കണ്ണാടി പട്ടണമല്ല. ഇപ്പൊ സ്വർഗത്തിൽ ഞാൻ നോക്കുന്നത് സ്വർണ്ണ തെരുവീതി ഉണ്ടോ എന്നുള്ളതല്ല. സ്വർഗത്തിൽ ഞാൻ നോക്കുന്നത് എനിക്ക് തരാനുള്ള കിരീടം അവിടെ അല്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്ന സ്വർഗത്തെക്കാൾ വലിയൊരുത്തൻ.
അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാൽ ഭൂമിയിൽ ഉടക്കി നിൽക്കുന്ന ഒരുത്തന്റെ ദൃഷ്ടി എവിടേക്കാകും? എവിടേക്കാകണം? ഇനി സ്വർഗം കണ്ട കണ്ണിക്കൂടെ ഭൂമിയെ നോക്കിയാലോ? ഭൂമിയിലും നിന്നെ അല്ലാതെ. ഇപ്പൊ എനിക്ക് തടിച്ചുരുണ്ട ദേഹമോ, പുഷ്ടിയുള്ള കണ്ണോ, ഡംബമുള്ള നാക്കോ, വഴുവഴുപ്പിലെ അഭിവൃദ്ധി ഒന്നും വേണ്ട. എനിക്കാരെ വേണം? എനിക്കാരെ വേണം? എനിക്കാരെ വേണം? എനിക്ക് ദൈവത്തെ വേണം. ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം. അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോ പറയാ, എന്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു പ്രസംഗം കേട്ട ലാഘവമേ നിങ്ങൾക്കുള്ളെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാം. എന്നാൽ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരുഭൂമിയിലെ മത്സര ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കട്ടിയാണ്. ഒരുപക്ഷെ നാളെയും പ്രസംഗങ്ങൾ ഉണ്ടാകാം, പക്ഷെ കേൾക്കാൻ നമ്മൾ ഉണ്ടാകണമെന്നുള്ളതിനകത്ത് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും വിശ്വാസം അടുത്ത സെക്കൻഡിൽ നമ്മുടെ മരണമാണോ അതോ കർത്താവ്